മോഹൻലാൽ പറഞ്ഞു ഇതെന്തൊരു ഇതാണ്, എനിക്ക് ശ്വാസം വിടാൻ സമയം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി തകർത്തത് കള്ളി 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 പൂങ്കുയിലേ പാട്ടിലോട്ട് അങ്ങനെ ഇരുന്ന ആൾക്കാർ. കറുത്തവെണ്ണ പടം, നിങ്ങളുടെ കറുത്തവെണ്ണ എനിക്ക് ഇഷ്ടമാണ് ഒന്ന് പാടുന്ന പറഞ്ഞതൊക്കെ ഞാൻ പാടിയപ്പോൾ പുള്ളി പറയാം, ആഹാ കണ്ണടച്ചിരുന്ന മോഹൻലാലിനെ എനിക്ക് കാണാൻ പറ്റും, താങ്കൾക്ക് ഇനിയും ഒരു തേന്മാവിൻ കുമ്പത്ത് ഉണ്ടായിക്കൂടെ പറഞ്ഞു തന്നു. പിന്നെ രാമുക്കാരിയായിട്ടൊരു ഒരു ചെമ്മീൻ കൂടി ഉണ്ടായിക്കൂടായിരുന്ന. ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അത്ഭുതമാണ്. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ഡയറിയും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ പിടിച്ചാണെങ്കിൽ ഇത് കേട്ടപ്പോ തന്നെ ഇവിടെ ഗിരീഷ് എഴുതി കഴിഞ്ഞു. ഒന്ന് കേട്ടാ മതി. ചിത്ര പാടണ കേട്ടപ്പോ തന്നെ താഴ്ത്തുനിന്ന് സ്റ്റെപ്പ് കയറിയ വന്ന് അപ്പൊ തന്നെ അവസരം പാട്ട് പഠിച്ചു. എന്റെ ഫേവറേറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആള് SP വെങ്കടേശാണ്. അയാളെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഇതൊക്കെ ഒരു സാധാരണല്ലേ റഹ്മാന്റെ സ്റ്റൈലിൽ സാധനമൊക്കെ ഉണ്ടാക്കാതെ ഇങ്ങോട്ട് ആ പേപ്പർ പുള്ളി എഴുതിയാണ് കൊന്നരി കൊന്നരി കോനാരി നക്ക് നക്കിരി നക്കര് നക്കിരി നക്ക് ചക്കോരേ. എന്താ എന്നെ വിളിച്ചത് കേട്ടല്ലാന്ന് പറയും. ആചാരനോട് പാട്ട് പഠിക്കാൻ വേണ്ടി ആചാരനോട് അവിടെ പോയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പാട്ട് പഠിക്കും. അതെന്താണ് എപ്പോഴാ പാടേണ്ടത്? തേന്മാവിൻ കൊമ്പത്ത് പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ചന്ദ്രലേഖ അതേപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിനേലും ഹിറ്റാണ്. സത്യം പറഞ്ഞ വലിയൊരു ഭാരം തല കയറിയ പോലെ പോയി. കൊമ്പത്തോരോലക്കൂട്ടിൽ നിന്നാലോലം പുഞ്ചിരിച്ചു കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. ക്യൂ സ്റ്റുഡിയോയിൽ സംഗീത സംവിധായകൻ ബേണി, വെൽക്കം സർ. നമസ്കാരം. ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്പോട്ടിഫൈയുടെ ഒരു പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവരിലെ നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ടാവുമല്ലോ, അങ്ങനെ പേഴ്സണലി ഭയങ്കര കണക്ട് ആയിട്ടുള്ളത് ഹീലാവുന്ന പോലെ തോന്നിയിട്ടുള്ള പാട്ടാണ് കള്ളിപ്പൂങ്കുയിലെ. ആ പാട്ട് ഞാൻ എൻ്റെ പ്രായത്തിന്റെ പല ഘട്ടങ്ങളിൽ ഈ പാട്ടിലൂടെ പോയിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ആ പാട്ട് എനിക്ക് മടുക്കുന്നില്ല. അതിൽ ചിൽസ് ഉണ്ട്. ആ പാട്ട് കേൾക്കാത്ത ആഴ്ചകളിലേക്ക് എന്തായാലും ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ പാട്ട് കേൾക്കുന്നതാണ്. അത്രയും പേഴ്സണലാണ് ആ പാട്ട്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ പാട്ടിന് പുറകെ കഥ ഉറപ്പായിട്ടും, ഇതിന് പ്രിയൻ സാർ തരുന്ന ബ്രീഫ്, നിങ്ങൾ ആ ഇമോഷൻ എടുത്ത് ഈ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് മുന്നേ പാടിക്കൊണ്ട് അതിലോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം കഥ ആദ്യം പറയാല്ലേ? ചെറുതായി കഥ പറഞ്ഞ് പാടാം. ഓക്കെ. തേന്മാവിൻ കൊമ്പത്തിന്റെ കമ്പോസിങ് എറണാകുളം BTH നടക്കുന്നു. 2 പാട്ടോളം, കറുത്ത വെണ്ണയും ആദ്യം നിലാപ്പൊങ്കലായിരുന്നു. പിന്നെ വേറെ പല പാട്ടുകളും ചെയ്തു. അതല്ല പടത്തിൽ വന്നു, വേറെ പടത്തിൽ വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രിയനും ശ്രീകുട്ടനും കൂടി പറഞ്ഞു, ഞങ്ങളൊന്ന് ആലപ്പുഴയിലൊന്ന് ഒരു കല്യാണത്തിന് പോയാണ്, നിങ്ങളിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് നോക്കിക്കോന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരുന്ന് ഞാനും ചേട്ടനെ കൂടി ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും, ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കള്ളിപ്പൂങ്കുയില എന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ, നേരത്തെ രഞ്ജിനി കാസറ്റിൽ വന്ന ട്യൂൺ, അത് വേറൊരു താളം, ഇതിന്റെ ബന്ധത്തിലുള്ള ഒരു രാഗം എന്ന് പറയാൻ പറ്റുള്ളൂ, ഇതേ രാഗം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് ഇംപ്രസ്ഡ് ആയി. ഒരു ബ്രീഫും തന്നില്ല, ഒരു സന്ദർഭമൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കുന്നേ പറയണം. ഇല്ല, അല്ല, പുള്ളിയുടെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പരമാവധി ഉണ്ടാക്കിക്കും പുള്ളിക്ക് ഒരു ഫീൽ കിട്ടും. അതിൽ നിന്നാണ് പുള്ളി ഒരു സന്ദർഭത്തിൽ നിന്ന് അടുത്ത സന്ദർഭത്തിൽ കണക്ട് ചെയ്യണത്. അല്ലാണ്ട് സാധാരണ ചെയ്യണ പോലെ ഒരു കഥ പറഞ്ഞു, പിന്നെ അതിന് കഥാസന്ദർഭങ്ങൾ പറഞ്ഞു, അങ്ങനെ ആ ഒരു ടൈപ്പ് ആയിരുന്നില്ല. പാട്ടുണ്ടാക്കിയിട്ട് അതിൽ അപ്പോൾ സന്ദർഭം കിട്ടും പുള്ളിക്ക്. അവിടെ നിന്ന് പുള്ളിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. പാട്ടിന്റെ ഒരു വരി കേട്ടാൽ തന്നെ പുള്ളിക്ക് അത് ഉള്ളിലോട്ട് തറഞ്ഞു കയറും. അങ്ങനെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ ഒരാൾ അതിന്റെ പേരിലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പുള്ളി എടുത്തു വെക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് തേന്മാവിൻ കൊമ്പത്തും ചന്ദ്രലേഖയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആ പാട്ട് ഇങ്ങനെയായിരുന്നു ഓണത്തിന് വന്ന പാട്ട്. 1 2 3 1 2 കാതിൽ പൂവിന്റെ താനി തന്നീനെ താനി താനേ താനി നാനാ താനി നനനീ താനി താനേ താനി തേനേ താനി നാനാനേ, ഇങ്ങനെയായിരുന്നു അതിന്റെ പല്ലവി. പക്ഷെ അത് ഇന്ന് മാറ്റി ഇപ്പോഴത്തെ ഈ രാഗം ആഭേരി, ഹിന്ദുസ്ഥാനിൽ ബീംബ്ലാസി എന്ന് പറയും. 2 മനോഹര രാഗങ്ങളാണ്, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ശരിക്കും ഫ്ലറിഷ് ചെയ്ത് പോകുന്ന ട്യൂൺസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ്
ഈ താളം മാറ്റി 1 2 3 1 2 3 4 എന്നുള്ള മാറ്റി 1 2 3 1 കള്ളി പൂങ്കുയിലേ അങ്ങനെ ഉണ്ടാക്കിയത്. മനസ്സിലായില്ല? അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് പ്രിയനും പറഞ്ഞു ഇതിൻ്റെ അകത്തിന് മറ്റൊരു ചിന്ത വേണ്ട, പക്കയാണ്, എൻ്റെ സന്ദർഭത്തിന് യോജിച്ചതാണെന്ന് പറയും. അതിൽ തന്നെ രസമുള്ള സാധനമാണല്ലോ. എങ്കിൽ നിങ്ങളുടെ അതിന്റെ ഒരു ഫൈനൽ ഔട്ട് വരുമ്പോഴത്തേക്കും ലാലേട്ടൻ ഈ കള്ളി 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 എന്ന് വിളിച്ചിട്ട് ശ്രീകുമാറിലോട്ട് ഇത് അത് അങ്ങനെ ആയിരുന്നില്ല എന്റെ ലിറിക്ക്. കന്നിത്തേനുണ്ണും കള്ളിപ്പൊങ്കുലും അങ്ങനെ എന്തോ ഒരു വേറൊരു വാക്കായിരുന്നു തുടക്കം അങ്ങനെയായിരുന്നു. അപ്പൊ അത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ഓർക്കസ്ട്രക്കാരുണ്ട്, ദീപൻ ചാറ്റർജി, അതേപോലെ മറ്റേ എച്ച് ശ്രീധർ, അത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 റെക്കോർഡ്സുകൾ ആർ റിവർമന്റെയും റഹ്മാന്റെയും റഹ്മാന്റെ റെക്കോർഡ്സുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിലും വല്ല ഭാഗ്യം വേറെ വേണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് റെഡി ടേക്ക് എന്ന് പറയുമ്പോൾ ചേട്ടന് ഒരു ബുദ്ധി തോന്നി. ചേട്ടൻ പറഞ്ഞു നിർത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓർക്കസ്ട്രക്കാരൊക്കെ നിർത്തി അവിടെ. ശ്രീകുട്ട നമുക്ക് ഗിരീഷും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രിയൻ എല്ലാം ഓക്കെ അല്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ പുള്ളി പുറത്തേക്ക് പോയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. ചേട്ടനാ പറഞ്ഞു ഞങ്ങൾ ഈ ഗാനമേളക്കാരാണ്, ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഗാനം പാടുന്നത് കന്നിത്തേനുണ്ണും എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാർക്ക് വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. അതിനൊരു വിളിയിൽ തുടങ്ങിയാലേ, കള്ളി എന്നുള്ളൊരു വിളിയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഗിരീഷേ എന്ന് പറഞ്ഞു. ഗിരീഷ് പറഞ്ഞു ഇപ്പോൾ പ്രിയനെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പം ഞാൻ എൻ്റെ മുകളിൽ എന്ത് ചെയ്യാനാ, ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് പറ്റൂല്ലെങ്കിൽ പൊളിച്ച് പഴയ പോലെ ആക്കാം എന്ന് പറഞ്ഞു ചേട്ടനെ നിർബന്ധമുള്ളത്. ഉടനെയാണ് പുള്ളിക്ക് ഒരു സെക്കൻഡ് മതി വാക്കുകളൊക്കെ മാറ്റാനായിട്ട്. അപ്പം തന്നെയാണ് കള്ളിപ്പൊങ്കുവിലെ കന്നിത്തി ഇപ്പം നമ്മൾ കേൾക്കുന്ന അത് ഇത് പുള്ളി റെക്കോർഡ് ചെയ്ത് കുറച്ച് പകുതി എത്തിയപ്പോഴത്തേക്കും പ്രിയൻ ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ട പോലെ അല്ലാന്ന് പറഞ്ഞ പുള്ളി അകത്തോട്ട് കയറുന്നു. അതോട് കയറുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കള്ളിപ്പൂങ്കുയിലെ കന്നി നിർത്ത് എന്താണ് മാറ്റിയത് ചോദിച്ചു. അല്ല അപ്പോഴേ ചേട്ടൻ ഇത് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഗാനമേളക്ക് പാടുമ്പോൾ കള്ളിപ്പൂങ്കുവിലെ എന്നുള്ള പാട്ടാണ് അടുത്ത പാടുന്നതിനോടത്തേക്ക് ഒരു കയ്യിലേക്ക് വരും, നല്ല സാധ്യതയുണ്ട്. അത് ഈ കന്നിത്തേനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവില്ല, വിളിയല്ലേ നല്ലതെന്ന് പറഞ്ഞു. ശരി ഞാനതിനെ കൈകാര്യം ചെയ്തോളാം. അങ്ങനെയാണ് കള്ളി എന്നൊക്കെയുള്ള ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കേൾക്കണട്ടാ. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ പോണില്ല. അങ്ങനെ എന്താണ് മാച്ചിങ്, കറക്റ്റ് മാച്ചിങ്. അവിടെ കള്ളി 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 പൊങ്കുയിലേ പാട്ടിലോട്ട് അങ്ങനെ ഇരുന്ന ആൾക്കാർ. അതാണ് പ്രിയന്റെ ഒക്കെ ഒരു ഗുണം. എനിക്കതിൽ ഈ സാറ് പറയുന്നുണ്ട് ഈ സമയത്തേക്ക് കണക്ട് ആവുന്ന നേരത്തെ പറഞ്ഞ പോലെ ആരാരോ എന്ന് പറഞ്ഞ് അതിന്റെ ഹൈലങ്ങ് കൊണ്ടുപോകുന്നു. ആരാരോ അപ്പൊ സിനിമ പാട്ടുകൾ മറ്റു ലളിത ഗാനങ്ങൾക്കുള്ളൊരു പ്രത്യേക അവകാശമാണ്. ശരിക്കും ആബേരി രാഗം ബീംബ്ലാസി ഇത്രയും സ്വരങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതില് വേറെ നോട്ട് ചേർന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആബേരിയിൽ അത് വന്നു പറയാൻ അവകാശമില്ല ആർക്കും. ഫിലിം സോങ്സിനും ലളിത ഗാനങ്ങൾക്കൊക്കെ അവരുടെ സെമി ക്ലാസിക്കലിന് പോലും ഉണ്ട്. ഭജൻ സോങ് ആയാലും എന്തായാലും മനസ്സിലായില്ല. അപ്പൊ രാഗങ്ങളില് ആ പാട്ടിന്റെ കൃതിയുടെ ഭംഗി കൂട്ടാനായിട്ട് രാഗത്തിന്റെ തന്നെ ഭംഗി കൂട്ടാനായിട്ട് അന്യസ്വരം പ്രയോഗിച്ചാൽ അത് അനുവദനീയമാണ്. അങ്ങനെയാണ് ഞങ്ങളിത് ഒറ്റ സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രയോഗിച്ചാൽ അതിന്റെ ഭംഗി പോകും. അതൊരു ഒറ്റ ഫ്ലോയിൽ ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്തേക്ക് ആളുകൾക്ക് എന്തോ ഒരു പിടുത്തം തോന്നുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഉൾവലിഞ്ഞ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ നിയമം എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല. അല്ലല്ല ഒരിക്കലല്ല. പക്ഷെ നമ്മൾക്കറിയാത് ഇന്ന നമ്മള് മുറുക്കുന്നുണ്ട്. അതാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പഠിച്ചാൽ അതിന്റെ ഗുണം അതാ. നിയമം തെറ്റിക്കാൻ എളുപ്പമായിരിക്കും. നിയമം തെറ്റിക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് നിയമം തെറ്റിച്ചിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അല്ലാതെ എന്തെങ്കിലും വരി കൂട്ടി പാടിയിട്ടോ അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിട്ടോ കാര്യമില്ല. കാര്യം കമ്പോസ് ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും ഒരു രാഗത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഡയറക്ടറാണെങ്കിൽ നിങ്ങൾ നമുക്ക് സിറ്റുവേഷൻ പറയുമ്പോൾ സിറ്റുവേഷനാണ് നമുക്ക് മെയിൻ പ്രധാനം. ആ സിറ്റുവേഷനിൽ നായകന്റെയും നായികയുടെയും ഒക്കെ ആ മനോഭാവം അതിന് തൊട്ട് മുമ്പുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് അവരുടെ കസ്റ്റം എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പാട്ട് ചെയ്യണം. അപ്പൊ അതേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് രാഗത്തിന്റെ നിയമം രാഗം വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ഇനിയിപ്പോ രാഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടിപ്പം മാറിയ പോലെ മാറിയാലും ഒന്നും നോക്കണ്ട, അതൊന്നും ഒരു വിഷയമേ അല്ല. ഇമോഷൻ ആദ്യം കിട്ടണം. ആ ഇമോഷൻ വേണം, ഇമോഷന്റെ കണ്ടിന്യൂറ്റി വേണം. അതൊന്നും മറന്നു പോകരുത് എന്നുള്ളത് നമുക്ക്. അതൊക്കെ ആൾക്കാർ പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ആ പാട്ടിലേക്ക് കിടക്കാം. പാടാം. മിന്നാരപ്പൊൻകൂട്ടിൽ മിന്നുമാ പൊന്മുട്ട കാകന്റെ എന്നു ചൊല്ലി നിന്നെ പോലെ കാറ്റുമതേറ്റു ചൊല്ലി
നേര് പറഞ്ഞിട്ടും നെഞ്ചു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു. പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു. ആരാരോ ദൂരത്താരാരോ ആലിൻ കൊമ്പത്തോരോല കൂട്ടിൽ നിന്നാലോലം പുഞ്ചിരിച്ചു. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാവതിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു കാനനം നീളെ നീ പാറി പറന്നൊരു കള്ളം പറഞ്ഞതേ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. പാടിയപ്പോ ഒരു കാര്യം ആലോചിക്കായിരുന്നു. ഈ ആബേരി അല്ലെ ബിംബ്ലാസിൽ മിക്കവാറും റൊമാൻറ്റിക് അല്ലെ ഹാപ്പി സോങ്സ് ആണ്. ഇതിന്റെ അകത്തൊരു ചെറിയൊരു പാത്തോസ് അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് എനിക്കിപ്പോ തോന്നി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഹാപ്പി രാഗങ്ങൾ എടുത്ത് പാത്തോസ് ആക്കും, പാത്തോസ് രാഗങ്ങൾ എടുത്ത് ഹാപ്പി ആക്കും. അപ്പൊ ഒരു കേൾക്കാത്തൊരു സംഭവം വരും. അത് പറഞ്ഞപ്പോ ഈ പാത്തോസ് പറഞ്ഞപ്പോഴേ മറ്റേ കൈത്തൊടി താളം അതും ഒരു പാത്തോസ് രംഗത്ത് വരുന്നൊരു പാട്ടാണ്. അതൊരു ഡാൻസ് നമ്പറായി മാറി. പിന്നെ ഡാൻസ് നമ്പർ മാറി ഇപ്പൊ ആൾക്കാർക്ക് അടിച്ചു പൊളിച്ച് ഡാൻസ് ആയി. സീനിലതൊരു ഏറ്റവും ഇമോഷണൽ പോയിന്റിൽ വരണാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഈ നമ്മളിപ്പോ ഈ കള്ളിപ്പൂങ്കില് പറഞ്ഞപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ തേന്മാൻകൊമ്പത്തിന്റെ ഒരു ടോട്ടൽ സിനിമയുടെ പാട്ടുകൾ ചെയ്യുന്നു. അതിന്റെ ഒരു ഇമോഷണൽ ജേർണിയില് മ്യൂസിക്കലി ആളുകളുടെ ഒപ്പം കണക്ട് ആയിട്ടിരിക്കുന്നു. ഈ തേന്മാൻകൊമ്പത്ത് റിലീസ് ആയതിനു ശേഷം ഒരു ആദ്യ ദിവസം രണ്ടാം ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന കോളുകള് അല്ലെങ്കിൽ ആളുകൾ ആദ്യം വന്ന് പറയുന്നത് അന്നത്തെ റെസ്പോൺസ് ഒക്കെ എന്തായിരുന്നു? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. രഞ്ജിനി കാസറ്റിന്റെ ഉസ്മാൻ. അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടാണ് ഇവിടുന്ന് രഞ്ജിനി കാസറ്റുകളൊക്കെ പറഞ്ഞു. അതാണ് സത്യം പറഞ്ഞ അതിലെ കറുത്ത വെണ്ണ എന്നുള്ള പാട്ട് കേട്ടിട്ടാണ് എനിക്ക് കറുത്ത വെണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സമീപിക്കുന്നത് പ്രിയദർശൻ. അപ്പൊ അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും ഉസ്മാനും കൂടിയാണ്, കുടുംബമൊക്കെ പിന്നെയാണ് പോയത്. പോയി അവിടെ കയറാൻ നിർത്തിയില്ല. സാധാരണ അങ്ങനെ സിനിമകൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകാൻ തിയേറ്ററിൻ്റെ അടുത്ത്, ഇത് അങ്ങോട്ട് കയറാൻ നിർത്തിയില്ല. ഫസ്റ്റ് പാട്ട് പോയി, അത് കഴിഞ്ഞിട്ട് കുറെ നിലാപ്പൊങ്കലൊന്നും അപ്പൊ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അവസാനം ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറുത്ത വെണ്ണയായി. കറുത്ത വെണ്ണ എന്നുള്ള പാട്ട് മോഹൻലാലും ശോഭനും കൂടി ചുണ്ടാനൊക്കെ എന്താ കണ്ടപ്പെടില്ല. അതിന്റെ ബാക്കി മൊത്തം കാര്യങ്ങൾ അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. എല്ലാം കൊണ്ട് പോയത്തേക്കും കണ്ണീന്ന് വെള്ളം വന്നു, സന്തോഷം വന്നു. അതായത് ഞങ്ങളുടെ ഒരു ഈണം ഇത്രക്കധികം ഉയർത്തിയല്ലോ പ്രിയദർശനും മറ്റുള്ള എല്ലാവരും സാങ്കേതിക പ്രവർത്തനം പറഞ്ഞിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് സത്യത്തിൽ ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാനെന്നാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 1.5 വർഷത്തേക്ക് വെറുതെ ഇരുന്ന് പറയാൻ പറ്റില്ല. എനിക്ക് KSF-ൽ ജോലി ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ KSRTC ജോലി ഉണ്ടായിരുന്നു. പത്മ തിയേറ്ററിന്റെ അടുത്തുള്ള ഒരു ഓഫീസിലായിരുന്നു. അവിടെ വന്ന ആൾക്കാർ ക്യൂ ആയിട്ട് വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ മ്യൂസിക് ഒന്നും ഇല്ലല്ലോ, കണക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് കൊള്ളാം, നല്ല കാര്യം. പക്ഷെ ഞാൻ തിരക്ക് പിടിച്ച് കണക്കുകൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 1.5 വർഷം കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഞങ്ങൾക്ക് അടുത്ത പടം വന്നത്. അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂസ് പടങ്ങളായിരുന്നു. മാനത്തെ കൊട്ടാരം, സുനിലിന്റെ പൂനിലാമഴ. അപ്പൊ അതുവരെ സത്യം പറഞ്ഞാൽ അപ്പൊ ഞാൻ ചേട്ടനും പറയും, എടാ ഈ ഒരു ഹിറ്റ്, ഇത്ര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ആൾക്കാർക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്ര ക്രൈസാണ്. അതൊരു സത്യമാണ്. ഞാൻ ഊട്ടിയിൽ 1.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ സിനിമയായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ മ്യൂസിക് അധ്യാപകനാണ്, അല്ലെ ഞാൻ മ്യൂസീഷ്യനാണെന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ, ഞങ്ങൾക്ക് കടവുൾ മാതിരി സംഗീതം എന്ന് പറയുള്ളൂ. ഇവിടെ ഒരാളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കുഴപ്പമില്ല പറഞ്ഞു തരുന്നത്. പക്ഷെ ദൈവികമാണ് സംഗീതം എന്നുള്ളത് വളരെ കറക്റ്റാണ്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം സംഗീതം തന്നെയാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പല ആൾക്കാരും ആത്മഹത്യയും ഹാർട്ട് അറ്റാക്കും നിരാശയും ഡിപ്രഷനൊക്കെ കണക്ട് ആവാനായിട്ട് പിന്നെ അപ്പൊ നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് നല്ല പാട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ നല്ല സംഗീതത്തിൽ അറിവുണ്ടാക്കിയാൽ മറ്റുള്ളവരെ പകർന്നു കൊടുക്കുക, പാട്ടുണ്ടാക്കുക. അപ്പൊ എപ്പോഴും ഞാൻ വെറുതെ ഒരു പാട്ട് കിട്ടിയാ എനിക്ക് ഇത്ര രൂപ കിട്ടും എന്നുള്ള അർത്ഥത്തിലല്ല ഉണ്ടാക്കുന്നത്. ഇത് എനിക്ക് ഉണ്ടാക്കിയിട്ട് ഇത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ
അവരുടെ ചിലപ്പോൾ ഒരു മനപ്രയാസമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സന്തോഷം വേണം. ആ ഒരു അങ്ങനെ കിട്ടണേ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറില്ല. ദൈവത്തെ വിളിക്കാതെ നമ്മളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത് ഞാൻ കലക്കും ഒരു ലിറിക്ക് കിട്ടുമ്പോൾ ഇത് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുകളിൽ നിന്ന് കിട്ടണം. ഈ ആകെ 7 സ്വരങ്ങളേ ഉള്ളൂ. 7 സ്വരങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് പാട്ട് ഉണ്ടായി കഴിഞ്ഞു. ഇതിലൊന്നും പെടാത്തൊരു ഒരു പുതിയ പാട്ട് ഉണ്ടാക്കണ്ടേ, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണം. അപ്പൊ അത് നമ്മൾക്ക് ഒറ്റക്ക് സാധിക്കില്ല. ഈ കറുത്തപ്പെണ്ണെ പറഞ്ഞപ്പോഴേ, കറുത്തപ്പെണ്ണയാണെങ്കിലും ടോട്ടൽ സിനിമയ്ക്ക് ഒരു ഫോക്ലോർ സ്വഭാവമുണ്ട്. ഒരു നാടോടി കഥ പോലെ, ഒരു മുത്തശ്ശി കഥ പോലെ നമ്മൾ പ്ലേസ്ഡ് ആയിരിക്കുന്നതാണ്. അവിടെ ഇപ്പൊ ഒരു കേരള കർണാടക ബോർഡർ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ. അപ്പോൾ നമ്മുടെ ഒരു മലയാളി കൾച്ചറിൽ നമ്മൾ കണ്ട് ശീലിച്ച വിഷ്വലോ സാധനങ്ങളൊന്നുമല്ല. എന്നാൽ ഇത്രയും വലിയ മലയാളി ഓഡിയൻസിന് കിട്ടുന്ന ഇമോഷൻ എല്ലാം മ്യൂസിക്കലി അവിടെ കിട്ടും. ഈ കറുത്ത പെണ്ണേന്റെ ഒരു ബ്രീഫും അത് ഈ പറഞ്ഞ അതിലെ ഡാൻസ് ഉണ്ട്. അതിലിപ്പോ വിഷ്വൽ പറയുമ്പോൾ ഈ പറഞ്ഞ വെള്ളത്തിൽ നിന്നിട്ട് പോരുന്ന എന്റെ കൂടെ ചോദിക്കുന്നത്, ഇതിന്റെ ഡ്രാമ സെറ്റിംഗ് അങ്ങനെയാണ്. ഇവിടത്തെ ഒരു നാട്ടിലൊരു ബസ് സ്റ്റോപ്പിലോ മാവൻചോട്ടിലോ ആൽത്തറയിലോ ഒന്നുമല്ല, ടോട്ടൽ സെറ്റിംഗ് തന്നെ വേറെ ലാൻഡ്സ്കേപ്പ്. അല്ല, അത് പറയുമ്പോ നമുക്ക് ഉസ്മാന്റെ വർക്കിൽ വെച്ചുണ്ടായതാണ്. അപ്പൊ ഷിബു ചക്രവർത്തിയുടെ വീട്ടിൽ വെച്ചാണ് ഇത് ഉണ്ടായത്. ഞാനുണ്ട്, ചേട്ടനുണ്ട്, ഉസ്മാനുണ്ട്, ഷിബു ചക്രവർത്തി. നമ്മൾ വെച്ചിട്ട് രാവിലെ അവിടെ ഒരു ഓണ കാസറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ കാലത്തെ അവിടെ പോകുന്നു, കമ്പോസിങ്ങിന് വേണ്ടി പോകുന്നു. അപ്പോൾ ഷിബുവിൻ്റെ വീട്ടിൽ മേശപ്പുറത്ത് 2 തടിച്ച ബുക്കുകളുണ്ട്. ഞാനൊരു ബുക്ക് എടുത്ത് മറിച്ചു, ചേട്ടനൊരു ബുക്ക് എടുത്ത് മറിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാട്ട്, നാടൻ പാട്ടുകളാണ്, കേരളത്തിൻ്റെ ഭാഷാഗാനങ്ങൾ ഒരു കളക്ഷനാണ്. അതിന് ആരാണ് ഇത് എഴുതിയതെന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇത് പരമ്പരാഗതമായിട്ട് കിട്ടിയേക്കുന്നതെല്ലാം കൂടി കളക്ട് ചെയ്ത് വെക്കുന്നു. അപ്പം അത് മറിച്ച് നോക്കിയപ്പോഴത്തേക്കും കറുത്ത പെണ്ണെ കരിങ്കുഴലി പറഞ്ഞുകൊണ്ട് വയലാർന്ന് എഴുതിയിട്ടില്ല. കറുത്ത പെണ്ണെ കരിങ്കുഴലി എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള പാട്ടാണ്. ഞാനിപ്പോൾ ഷിബുവിനോട് ഷിബു ഇതെന്താണ് വയലാറിൻ്റെ പാട്ടല്ലേ, ഇതെന്താ ഇവിടെ വന്നേക്കണത് ഭാഷാഗാനങ്ങൾ നാടോടി പാട്ട് നാടൻ പാട്ടുകളിൽ വന്നേക്കണത്? പറഞ്ഞത് യഥാർത്ഥ നാടൻ പാട്ടാണ്, വയലാർ അത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എടുത്ത് നിങ്ങൾ ഏതെങ്കിലും പാട്ട് എടുത്തോ, ഇത് നമ്മുടെ സമ്പത്താണിത് എന്ന് പറഞ്ഞു. ആർക്കും എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ ഇത് എൻ്റെ പാട്ടാണ്, ഞാൻ എഴുതിയാണ്, എന്തിനാ നിങ്ങളടുത്ത് പറയാനായിട്ട് ആരുമില്ല, ഒരാളുടെ പേരും ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് മറിച്ചപ്പോഴത്തേക്കാണ് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ട് വരുത്തപ്പെട്ടേൻ. എനിക്ക് വരുത്തപ്പെട്ടൻ എന്നുള്ള വാക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മനസ്സിലായില്ലെങ്കിലും വരുത്തപ്പെട്ടൻ പെട്ടെന്നൊരു കാച്ചി. അപ്പൊ ഞാൻ കറുത്ത പെണ്ണെ നിന്നെ ഈ ഏകദേശം ഈ ട്യൂൺ തന്നെ വേറൊരു താളത്തില്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് അത് വേണ്ട, കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. പാട്ടായി തുടങ്ങി, സ്പാർക്ക് കിട്ടി നല്ലൊരു. അവിടെ നിന്ന് ആ പാട്ട് തീർത്തു. ആ പാട്ട് MG ശ്രീകുമാർ പാടി, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് കാസറ്റിന്. ഇത് കഴിഞ്ഞിട്ട് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഇതിന്റെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ പ്രിയൻ ഒരു പാട്ടിന്റെ ഒരു വരി കേട്ടാൽ മതി പുള്ളിക്ക് തലേ കയറും, ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പ്രിയൻ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് കൂടാം. ഞാനും ചേട്ടനും കൂടി അഭിമന്യുവിന്റെ ഉസ്മാന്റെയും MG ശ്രീകുമാർ എല്ലാവരും ഉണ്ടായിരുന്നു. മദ്രാസിലെ AVMG തിയേറ്ററിൽ വെച്ചിട്ട് മോഹൻലാൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഒരുമാരപ്പെട്ട സിനിമാ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നു. പുള്ളിക്ക് കറുത്ത വെണ്ണ ഉള്ളി കയറിയിട്ടാണ്. അത് പറഞ്ഞില്ല അപ്പൊ ആ സമയത്ത് പറഞ്ഞ്, അതിന് മുമ്പും ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയൊരു ആ ജോണറിൽ വരുന്ന പാട്ടുകൾ ഉള്ള സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് കൂടാം എന്ന് പറഞ്ഞിരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞേ, പുള്ളി അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ നമുക്കൊരു സിനിമ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ അപ്പം തന്നെ ദയവരാം മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും കേരാവകം മാഷും സകല ആൾക്കാർ, രവീന്ദ്രൻ, ജോൺസൺ, ഔസപ്പച്ചൻ, സകലവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവര് മദ്രാസിൽ കിടക്കുന്ന ഇത്രയും വലിയ ഭീകരന്മാരവിടെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഈ KSRTC-കാരനെ KSFE-കാരനെ പിടിച്ച് മദ്രാസിൽ കൊണ്ടുപോയിട്ട് പാട്ട് ചെയ്യിക്കാൻ നമ്മൾ അതൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ കാണുമ്പോഴുള്ള സ്നേഹമാണെന്ന് പറയും. പിന്നെ എൻ്റെ തലേന്ന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ പുള്ളി കറുത്ത പെണ്ണെ പാടാൻ പറഞ്ഞു. അതിനുമുമ്പ് മറ്റേത് ഹിറ്റ് ഫിക്സ് ചെയ്ത് നിലാപ്പൊങ്കലായാലോ. ഇത് സിനിമയാണ് നേരിട്ടൊന്നും അല്ലട്ടാ, വെറുതെ തമാശക്ക് പാട്ട് വെറുതെ തമാശക്ക് പാട്ടുണ്ടാക്കുന്നു. പുള്ളി കേൾക്കുന്നു, ഇടയ്ക്ക് മോഹൻലാൽ വരുന്നു, അപ്പൊ രസമല്ലേ. അല്ലാണ്ട് ഇത് സിനിമയിൽ വരുന്ന അതൊന്നും വെച്ചില്ല. കറുത്ത പെണ്ണെ പാടാൻ, നിങ്ങളുടെ കറുത്ത പെണ്ണെ എനിക്ക് ഇഷ്ടമാണ് ഒന്ന് പാടുന്നുണ്ടെങ്കിൽ ഞാൻ പാടിയപ്പോൾ പുള്ളി പറയാം ആഹാ കണ്ണടച്ചിരുന്ന മോഹൻലാലിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സന്തോഷമായി എനിക്ക്. അത് ചരണം പറയുമ്പോഴത്തേക്കും പറഞ്ഞു ചരണം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കണം, കുറച്ചും കൂടി ഒന്ന് സിനിമാറ്റിക് ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് തോന്നി ഇത് സിനിമയുടെ ഒരു വർക്ക് പോലെ തോന്നുന്നുണ്ട്. ഇവരൊക്കെ സിനിമാക്കാരുമാണ്, നമ്മളിങ്ങനെ പുറത്തുള്ള ഒരാളിങ്ങനെ ഒന്ന് പാട്ടുണ്ടാക്കണം. ഒരു സിനിമയുടെ നല്ലൊരു പാട്ട് ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സിനിമയുടെ വർക്കാണ്. അതെ സിനിമ വർക്കാണ്, ശോഭന.
ചേട്ടൻ വന്നിട്ട് ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല. ഞാൻ അതിനിടക്ക് ചേട്ടന് രാവിലെ മുതൽ വിളിക്കണ്ട. ഇപ്പൊ നമുക്ക് മൊബൈലൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. ലാൻഡ് ലൈനിന് വിളിച്ചിട്ട് കണക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളൊന്നും കിട്ടൂല. അങ്ങനെയാണ് അവസാനം ഞാൻ പറഞ്ഞത് ഇവിടെ സിനിമയുടെ വർക്കാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയാൻ പറഞ്ഞു. അറിയിച്ചപ്പോഴത്തേക്കും പുള്ളി വന്ന്. അതിന് കുറെ കഥകൾ വേറെ ഉണ്ട്. എത്തിയപ്പോ നമ്മൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. പുള്ളിയും വിശ്വസിച്ചില്ലേ, അതുകൊണ്ടാണ് പറ്റിയത്. വീട്ടിൽ വന്നിരിക്കുകയാണ് പുള്ളി. വേണി വന്നിട്ട് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അതവിടെ വെറുതെ പറഞ്ഞായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫ് നിർബന്ധിച്ച് അയക്കണേ ചെയ്ത്. അതല്ല, അവനോടൊക്കെ വന്ന് കഷ്ടപ്പെടാണ്, നിങ്ങളോട് ചെല്ലുന്നൊക്കെ പറഞ്ഞതൊക്കെ. അങ്ങനെയാണ് ചെന്നപ്പോഴത്തേക്കാണ് പിന്നെ അതിന്റെ ചരണം ഫിനിഷ് ചെയ്ത്. അങ്ങനെയാണ് ചരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പൊ നിങ്ങൾ ഓർക്കസ്ട്ര ചെയ്യുവാന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കാസറ്റ് വർക്കല്ല, ഇത് സിനിമയുടെ വർക്ക്. നിങ്ങൾ ഓർക്കസ്ട്ര ഒന്നും ചെയ്യണ്ട, എനിക്ക് അവിടെ അതിന് എക്സ്പേർട്ട് ആൾക്കാരുണ്ട്. അപ്പൊ സന്തോഷമായി. നിങ്ങൾ വന്ന് ട്യൂൺ മാത്രം ഒന്ന് ശരിയാണെന്ന് നോക്കിയാൽ ഞാൻ തലേന്റെ ആ ദിവസമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കസ്ട്ര ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഓർക്കസ്ട്ര വേറെ ഇല്ല, അയാൾക്ക് ഭയങ്കര എമൗണ്ട് പറഞ്ഞു. അയാൾക്ക് ഈ പടം കിട്ടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷെ അതിന് ഞങ്ങൾ ഈ കൊച്ചിയിൽ നിന്ന് 2 പേരെയും വിളിച്ചിട്ട് അവിടെ ചെന്നേക്കാണ്. എന്നിട്ട് അവരെ സഹായിക്കാനായിട്ട് ഞാൻ ചെല്ലണം, എന്നെ കൊണ്ട് പറ്റില്ല. കിട്ടണമെങ്കിൽ എനിക്ക് ഇത്രയും രൂപ ഇടണം, അത് അവർക്ക് താങ്ങാനും പറ്റില്ല. ഭയങ്കര എമൗണ്ടാ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. നമുക്ക് കോൺഫിഡൻസിന് കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റണ്ടേ. ഇത്ര അവരുടെ 2 ദിവസമല്ലേ ഉള്ളൂ. പിറ്റേന്റെ ദിവസം ശനിയാഴ്ച വൈകുന്നേരം പറയണു, ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് ചെയ്ത് തിങ്കളാഴ്ച ചെയ്യണം. അപ്പൊ പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്തിട്ട് ഒരെണ്ണം കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അതല്ലെന്നാണെങ്കിൽ ഞാൻ വേറെ ആരെ കൊണ്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഉച്ചവരായിട്ട് ഒന്നും വന്നില്ല. നമ്മള് എന്തെങ്കിലും ചെയ്യുമ്പോ അത് കാസറ്റ് പോലെ ഇരിക്കണം, നമുക്ക് അതല്ലേ ചെയ്യലുള്ളൂ. മറ്റേ ഒരു റിച്ച്നെസ് ഇല്ലേ, അതിന്റെ വയലിനും വയോളം ചെല്ലും ഡബിൾ ബാസ് എല്ലാം കൂടെ വരുമ്പോ എല്ലാം സിനിമയുള്ളു, നമുക്ക് പരിചയമില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഓരോന്ന് ഇങ്ങനെ തോന്നി തുടങ്ങി. രാത്രി 11 മണിയായപ്പോഴത്തേക്കും നോട്ടേഷനൊക്കെ എഴുതി തീർത്ത്. 7 മണിക്ക് കാലത്തെ മീഡിയ ആർട്ടിസ്റ്റിൽ റെക്കോർഡിങ് കംപ്ലീറ്റ് ആൾക്കാരും ഒരാളില്ലാണ്ട് എല്ലാവരും 7 മണിന്ന് പറഞ്ഞാൽ 6:45 എത്തിയിരിക്കും. ഫുൾ ഓർക്കസ്ട്ര ടീം. അപ്പൊ അതിന് ഞങ്ങൾക്കാണ് പ്രിയദർശൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നോട്ട്സ് ഉണ്ടാന്ന് ചോദിച്ചു. നോട്ട്സ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മറ്റേ മ്യൂസിക് അറേഞ്ചർ അസിസ്റ്റന്റ് നിങ്ങൾക്ക് വരാൻ പോണത്. അപ്പൊ ആരാണ്? അപ്പൊ ഒരു ശ്രീനിവാസമൂർത്തി, ഇയാളാണ് AR റഹ്മാൻ അസിസ്റ്റ് ചെയ്യുന്നത്, ആരാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണത് എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ. നോട്ട്സ് കൊടുത്തു, പിന്നൊന്നും നോക്കണ്ട. നോട്ട്സ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാ അതാണ് ഇതാണെന്നൊക്കെ നോക്കി വെച്ചാൽ മതി, മൊത്തം കാര്യങ്ങളല്ല. പിന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ കറുത്തവണ്ണയുടെ. ജിണ്ട എന്നുള്ള താളം എല്ലാവർക്കും താളം വരാനുള്ളൊരു കാരണമുണ്ട്. ഞങ്ങള് തലേ ദിവസം ഈ കുറെ താളങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ വർക്കല്ലേ, പരമാവധി ഗംഭീരമാക്കണം. ഞെട്ടിപ്പോണത് താളത്തിന്റെ ആൾക്കാർ കേട്ടത്. ഇത് ഇത്രത്തോളം പടത്തിന് സിങ്കാവും എന്നുള്ളത് നമ്മൾ നോക്കണില്ല, നമുക്ക് അതിനുള്ള വിവരമായിട്ടില്ലല്ല. അങ്ങനെ ദൈവം മുകളിലുണ്ടെന്ന് പറഞ്ഞ കാര്യം അതാ. അങ്ങനെ പുള്ളിയെല്ലാം എഴുതിയെടുത്ത് ഇയാൾ ഇതെല്ലാം ചെയ്ത് 1 മണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ അന്നിങ്ങനെ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, ഏറ്റവും അവസാനം സേവ് ചെയ്യാന്ന് പറഞ്ഞിരുന്നേച്ച് മൊത്തത്തിലും എല്ലാം പോയി. പക്ഷെ നമുക്ക് ഇനി ഇയാൾക്ക് വേണ്ടി ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വലിയ റിക്കി എന്ന് പറഞ്ഞിട്ട് വലിയൊരു മദ്രാസിലെ ഏറ്റവും ടോപ്പ് റിതം ബോക്സ് പ്ലെയർ ആണ്. അന്ന് റിതം ബോക്സ് വായിക്കുന്ന ഒരാള്, കീബോർഡ് വേറൊരാള്. റിതം ബോക്സ് മാത്രമേ അയാൾ സേവ് ചെയ്യുള്ളൂ, മറ്റേതൊക്കെ കൈകൊണ്ട് വായിക്കണം. ഇത് മാത്രമല്ല മെക്കാനിക്കലി. ബാക്കി കീബോർഡൊക്കെ വായിക്കണത് ഇങ്ങനെ സീക്വൻസിങ് ഇല്ല, കൈകൊണ്ട് വായിക്കണം. സീക്വൻസിങ് ഒന്നും വന്നിട്ടില്ല. പിന്നെയാണല്ലോ എല്ലാം രണ്ടും കൂടി ഒരുമിച്ച് വന്ന് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു പദമൊക്കെ വന്നത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ അയാളെ ചോദിച്ച് എനിക്കൊരു 2 മണിക്കൂർ തരുവാ, ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല 2 മണിക്കൂറൊന്നും ഇല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു താളം വെച്ചിട്ട് തബല വെച്ചിട്ട്, തബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പ്രദേശം ഡോലി, ഡോൽക്കി, എടശങ്കാരി, ഫാമിലി മൊത്തം ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു നമുക്കെന്നാ ചെയ്യാന്ന് പറഞ്ഞു. 2-3 ടൈപ്പ് വെറൈറ്റി നോക്കി, അതിന്റെ അകത്ത് ഫിനിഷ് ചെയ്തതാണ്, ഫൈനലൈസ് ചെയ്ത് ജിം ച ജിൻ ജിൻ ച ജിൻ ച ജിൻ ച. അതും പ്രിയന് ഭയങ്കര ഇഷ്ടമായി, കൊള്ളാം, ലൈഫുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 10-50 ആൾക്കാർക്ക് എല്ലാത്തിനും കൂടെ മോളിൽ നിന്ന് ഒറ്റ മൈക്കേ ഉള്ളു. നമുക്ക് ഓരോന്നിനും ഓരോ മൈക്കണ്ടല്ല, ഇത് എൻസംബിൾ എല്ലാം കൂടെ കിട്ടാൻ വേണ്ടി പ്രിയദർശൻ അയാൾ തന്നെ വന്ന് ദീപൻ ചാർജനെ വന്നിട്ട് മൈക്കൊക്കെ പ്ലേസ് ചെയ്ത് എന്നിട്ട് ഉള്ളി കേട്ടിട്ട് വെറുതെ പുക മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതെന്ത് സാറേ ഒന്നും മനസ്സിലാണല്ലോ, വെയിറ്റ് മാൻ വെയിറ്റ്,
ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ തിരിച്ച് 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 ഇപ്പൊ കേൾക്കണല്ലേ, അതിന്റെ 10 ഇരട്ടി സൂപ്പറാണ് അവിടെ കേൾക്കാനായിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു. അങ്ങനെ ഓരോരുത്തരെ വയലും വായിക്കണവരാണെങ്കിലും ഫ്ലൂട്ട് വായിക്കണവരാണെങ്കിലും എല്ലാം നമ്പർ 1 ആൾക്കാരാണ്. സമയം വിഷയമല്ല. ഇപ്പൊ ഞങ്ങളുടെ തന്നെ എന്നൊക്കെ പറഞ്ഞു അത് കോറസ് വന്ന ഏതോ ഒരു ചർച്ച് ഗവറിന്റെ ആൾക്കാരാണ്. ഏഞ്ചൽ വോയിസ് ഓപ്പറയൊക്കെ ടൈപ്പൊക്കെ പാടും, പക്ഷെ ഈ പിച്ചി പാടൂല. അപ്പൊ അവരെന്ത് അവര് ആ പാടുന്ന പിച്ചിലാണ് റെക്കോർഡ് ചെയ്തിട്ട് ഇന്നൊക്കെയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ടകടക്കാൻ തരാം. അന്ന് അതൊന്നും ഇല്ലല്ല. പക്ഷെ അവരത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ശരിയാക്കി ഇപ്പൊ കേൾക്കണ പോലെ ആക്കിയെടുത്ത്. ഞങ്ങളൊന്ന് ടെൻഷൻ അടിക്കുന്നു. എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു മണിക്കൂറിന് 500 രൂപ കൊടുക്കും, നമുക്ക് ടെൻഷനാണ്. അപ്പൊ പ്രൊഡ്യൂസർ ചോദിച്ചേ, നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കുന്നത്, കാശ് പോകുന്ന ഓർത്തിട്ടാണ്? നിങ്ങൾ നല്ല സാധനം ഉണ്ടാക്കിയാൽ മതി, കാശൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. നല്ല സാധനം ഉണ്ടാക്കി ഞങ്ങൾ കാശ് തിരിച്ചു മേടിച്ചോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ നല്ലത് ഉണ്ടാക്കുക. ടെൻഷൻ വന്നാൽ നിങ്ങളുടെ നല്ല ഉള്ളിലെടുത്ത നല്ല കാര്യങ്ങളൊക്കെ പോകും. അത് വളരെ കറക്റ്റാണ്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് ഞാൻ വായിക്കാൻ പോയാലും പാടാൻ പോയാലും ഇൻസ്ട്രുമെന്റ് ഇത് കേൾക്കാൻ പോലും ഒന്നും വരൂല. അല്ല വന്നാൽ തന്നെ നമ്മുടെ ഒരു പകുതി പോലും പുറത്തേക്ക് വരില്ല. സംതൃപ്തി ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത് ശരിയായില്ലേ ശരിയായി. അതേസമയം നമ്മളെ മനസമാധാനത്തോടെ എന്തെങ്കിലും ചെയ്താവും ഇഷ്ടപ്പെട്ടു, നമ്മൾ ഉദ്ദേശിച്ചതിന്റെ മുകളിൽ പോകും. അതാണ് നമ്മൾ തന്നെ തോന്നുന്നു നമ്മൾ ഇത്ര ഉദ്ദേശിച്ചില്ല, അതിന്റെ മുകളിൽ പോയി തേന്മാങ്കമ്പത്തിന്റെ ഒക്കെ അവസ്ഥ അതാണ്. ഞങ്ങൾ ഒരിക്കലും ഇത്തരം പ്രതീക്ഷിച്ചില്ല. അതെന്ന് പറഞ്ഞാൽ ദൈവസായത്തിന്റെ വേറൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് മെയ് 13-ാം തീയതിയാണ്, ഈ കഴിഞ്ഞ മെയ് 13-ാം തീയതി ഞങ്ങൾ പ്രിയാനായിട്ട് സംസാരിച്ചത്. 32ാമത്തെ വർഷം. അങ്ങനെ പ്രിയനെ വിളിച്ചു, ഉസ്മാന്റെ വീട്ടിൽ നിന്ന് വിളിച്ച്. അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. പുള്ളി വീട്ടിൽ നിന്ന് എടുത്തിട്ട് എന്താണ് വേണി എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞേ, നമുക്കിനി നമ്മുടെ ജോലികളെല്ലാം നിങ്ങളുടെ ജോലിയെല്ലാം തീർന്നു എന്ന് നമുക്കറിയാം, എന്തൊക്കെയാണ് ഇനി അവിടെ കാര്യങ്ങൾ, എന്നാണ് റിലീസ് എന്നൊക്കെ അറിയാൻ വേണ്ടുന്നത്. നമ്മുടെ ജോലിയെല്ലാം തീർന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി മാക്സിമം നന്നായിട്ട് ചെയ്തു. ഇനി നിങ്ങൾക്കും ഞങ്ങൾക്കും ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ചെയ്യാനുള്ള ദൈവത്തിനാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. മെയ് 13-ാം തീയതിയാണ് റിലീസ് എന്ന് പറഞ്ഞത്. നമ്മൾ 13-ാം തീയതി പറഞ്ഞ സിനിമാക്കാരൊക്കെ ഒരു അൺലക്കി ഡേ ആയിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് തിരഞ്ഞെടുത്തത് എന്നിട്ട് പറഞ്ഞു. പുള്ളിയൊരു കാര്യം എന്നോട് പറഞ്ഞു, അയാളുടെ ഒരു ഫ്രണ്ട് തമിഴ് ഡയറക്ടർ നല്ലൊരു പടം പിടിച്ചിട്ട് അയാൾ ഈ അന്ധവിശ്വാസങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്ത്, കറുത്ത പൂച്ചനെ പട്ടിനെയൊക്കെ വട്ടം ചാടിച്ച് വേറെ എന്തൊക്കെ ചെയ്യാമോ എല്ലാ പരിപാടിയും ചെയ്ത് ഒരു 13-ാം തീയതി റിലീസ് ചെയ്ത്. ഇതുകൊണ്ട് പടം പൊളിയണമെങ്കിൽ ഞാൻ ഇതൊക്കെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ചെയ്തത്. ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഈ ഓരോരോ അന്ധവിശ്വാസം വെച്ചിരിക്കുന്നത്? നമുക്ക് അന്ധവിശ്വാസം വേണ്ട, നേരെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. അതുമല്ല പുള്ളി പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചേട്ടനാണ് പ്രത്യേകിച്ചും പ്രാർത്ഥിച്ചത്. പള്ളിയിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം അതിന്റെ എത്ര ഇരട്ടി കിട്ടി നോക്കി. ഇപ്പോഴും നിങ്ങൾ അതിനെ 33-ാമത്തെ വർഷം പ്രിയൻ സാറ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് പ്രതീക്ഷിച്ചിറക്കിയ മിഥുനം പോലുള്ള സിനിമകൾ തിയേറ്ററിൽ വർക്ക് ആവാതിരിക്കുകയും അത്ര കണ്ട് ഇതിന്റെ ഇത്രയും വലിയ വിജയം പ്രതീക്ഷിക്കാതെ തേന്മാങ്കുമ്പത്ത് അത്ര വലിയ വിജയമായിട്ട് അല്ല. ഞങ്ങളുള്ളപ്പോഴാണെന്ന് പറഞ്ഞു പുള്ളിയോട് ഒരാൾ ചോദിച്ചു, താങ്കൾക്ക് ഇനിയും ഒരു തേന്മാങ്കുമ്പത്ത് ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞു. അന്ന് പിന്നെ രാമുക്കാരിയായിട്ടൊരു ഒരു ചെമ്മീൻ കൂടി ഉണ്ടായിക്കൂടായിരുന്നാ. ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അത്ഭുതമാണ്. അത് തന്നെ ഞങ്ങൾക്കും ഇനിയൊരു അതല്ല, ഞങ്ങള് നന്നായിട്ട് ചെയ്തൊരു പടം അതിന്റെ മിക്സ് ചെയ്യാനോ ഫൈനൽ മിക്സ് ചെയ്യാനോട് പറഞ്ഞ് തേന്മാർക്കും പോയി ചോദിച്ചു, ഈ ക്വാളിറ്റി ഉണ്ടാക്കി തരാൻ പറ്റും. ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് അനലോഗ് ക്വാളിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആ ക്വാളിറ്റിയിൽ നമുക്കിനി ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ കിട്ടുമെന്ന് ഒരു പ്രത്യേക ഒരു അൺവാണ്ടഡ് ഒരു സൗണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ മറ്റേ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോഴാണെങ്കിലും എച്ച് ശ്രീധറിന്റെ ഒറിജിനൽ റെക്കോർഡ് സൗണ്ട് ട്രാക്കുള്ള യൂട്യൂബ് ചാനലുണ്ട്, പഴയ അൺലോഗിന്റെ. അതിന്റെ ക്വാളിറ്റി വൻ ഹൈ ആണല്ലോ. അതാണ് ആ ക്വാളിറ്റി പലപ്പോഴും ഇപ്പോഴത്തെ പല പാട്ടുകളിലൊക്കെ ഔട്ടിൽ കിട്ടുന്നില്ല. അത് കിട്ടില്ല. അയാള് ഞങ്ങളുടെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു, ഈ തേന്മാകുമ്പത്തിന് മാത്രമല്ല വേറെ ഏതൊരു പടത്തിന്റെ മിക്സിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫിയറ്റ് കാറിലാണ് വരണത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഫിയറ്റ് കാറിൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും അലപ്പറ പിടിച്ച ഇത് എന്താണ് സൗണ്ട് സിസ്റ്റം ഇല്ലാത്ത, ഇതിൽ നന്നായാൽ വേറെ എവിടെ അതാണ് അയാളുടെ പ്രിൻസിപ്പിള്. നല്ല കാറിൽ നന്നായിട്ട് യൂസ് ചെയ്യും, പിന്നെ നമുക്കൊരു ജഡ്ജ്മെന്റ് കിട്ടൂല. ഇതിൽ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ്. എല്ലായിടത്തും ഡബിൾ ട്രിപ്പിൾ സൂപ്പർ ആയിരിക്കുന്നതാണ്. അതെ, അങ്ങനെ ഒരുപാട് പഴയ മഹാന്മാരായിട്ടൊക്കെ സംസാരിച്ച കുറെ അനുഭവങ്ങള്. ഈ കറുത്ത പെണ്ണെ ഒന്ന് നമുക്ക് പാടിയാലോ? പാടാം. കറുത്ത പെണ്ണേ
നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ. ഞങ്ങളുടെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഓർക്കസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ഡയറിയും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ പിടിച്ച് നടക്കാൻ. എന്ത് പറ്റുള്ളൂ? അല്ല, ഈ കറുത്തവണ്ണെ നിന്നെ കാണാഞ്ഞിട്ടെന്നൊരു നാൾ അതൊക്കെ മാറ്റാം. വരുത്തപ്പെട്ടേൻ പകരം ഒരു വാക്ക് കിട്ടണില്ല എന്ന് പറയും. നമ്മൾ നിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, അത് നാടൻ പാട്ടല്ലേ, ആർക്കും ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിച്ചോ, വയലാറ് വരെ ഉപയോഗിച്ച്. അതല്ലല്ല, നമ്മളുടെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റിയോടെ വേണ്ടേ എന്ന് പറഞ്ഞു. മാറ്റാൻ ശ്രമിച്ചിട്ട് പറ്റണില്ല. അപ്പം പ്രിയനുണ്ടായിരുന്നു. അപ്പം ഇത് ഇങ്ങോട്ട് ഇങ്ങനൊരു ആശങ്ക, വരുത്തപ്പെട്ടൻ മാറ്റണം. അത് മാറ്റണ്ട, അതാണ് എൻ്റെ ഹൈലൈറ്റ്. അല്ലെങ്കിൽ പുള്ളി വേറെ എന്തെങ്കിലും വാക്കാക്കിയാണ്. എന്നിട്ട് അവസാനം ഇതിന്റെ അർത്ഥം ആർക്കും അറിയാൻ പാടില്ല. ഗിരീഷിനും അറിയാൻ പാടില്ല, പ്രിയനും അറിയാൻ പാടില്ല, ഞങ്ങൾക്കും തന്നെ അറിയാൻ പാടില്ല. പിന്നീട് കവാടം എന്ന് പറഞ്ഞ സിനിമയിൽ ONV സാറായിട്ട് ഇരുന്നപ്പോഴത്തേക്കുമാണ് ONV സാറോട് ചോദിച്ചു വരുത്തപ്പെട്ടേന്ന്. അപ്പൊ വളരെ വിഷമിച്ച് വണ്ടിന്റെ വേഷം ചമഞ്ഞിട്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്. അതാണ് കാമുകം പറയണത്. ക്യൂരിയസ് ആവുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സ്റ്റേജിൽ കയറുന്ന മൊമെന്റ് എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഇപ്പൊ നമുക്കിപ്പോ ലൈവ് ആയിരുന്നു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം സ്റ്റേജിൽ കയറി ഒരു മൈക്കൊക്കെ പിടിച്ച് ഈ ക്രൗഡിന് മുന്നിൽ പാടുന്നത് ഒരുപക്ഷെ കുഞ്ഞായിരിക്കാം, മറ്റേ സ്റ്റേജിൽ കയറുന്ന സ്റ്റേജ് ഫിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇത്ര ആൾക്കാരോടെ ഉണ്ടായിരിക്കാം. എന്താ മൊമെന്റ് എന്താ ശരിക്കും സ്റ്റേജിൽ ആദ്യമായിട്ട് കയറി? ഞാനൊരു 5 വയസ്സോ 6 വയസ്സോ ആ സമയത്താണ്. അപ്പൊ വീട്ടിലെല്ലാവർക്കും ആ ഒരു സംഗീതം ഉള്ളിലുണ്ട്, ചേട്ടന് പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ. അപ്പൊ ഞാനപ്പോ എൻ്റെ ഉള്ളിലുള്ള സംഗീതം ഉണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത് ചേട്ടൻ തന്നെ കാരണമാണ്. അപ്പൊ എനിക്കൊരു 3 വയസ്സോ 4 വയസ്സോ ഉണ്ടാവുമായിരിക്കും. 3 വയസ്സെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. ചേട്ടനപ്പോ കപ്പുച്ചൻ ആശ്രമം, പൊന്നുരുന്തിയിലുള്ള കപ്പുച്ചൻ ആശ്രമത്തിൽ പഠിക്കാൻ പോയിട്ട് അച്ഛനാകാൻ പഠിക്കാൻ പോയതാണ്. തിരിച്ചു വരുമ്പോ ഒരു ബുൾബിള്, ആരോ സമ്മാനിച്ച ബുൾബിള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ട് ചേട്ടൻ ഇങ്ങനെ വായിക്കും. അപ്പൊ എനിക്ക് വേറെ ഏത് കളീനേക്കാളും ഇഷ്ടമുള്ള ജനിച്ചപ്പോ സംഭവം ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അതെനിക്കറിയാനും പാടില്ല. ഞാനിങ്ങനെ ആ വരാന്തിൽ ഇങ്ങനെ ചേട്ടൻ വായിക്കണം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ പറയടാ അത് മേടിച്ചിട്ടുണ്ടോ, ഇത് മേടിച്ചിട്ടുണ്ടോന്ന് പറയും. ചേട്ടൻ അതോടെ ഇട്ടിട്ട് ചേട്ടൻ പോയി വരുമ്പോഴത്തേക്കും ഈ ചേട്ടൻ വായിച്ച അതേ മ്യൂസിക് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നു, ബുൾബുൾ വായിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അത് വിരൽ നോക്കിയിട്ടല്ല, തലയിൽ ഈ സാധനം കയറിയിട്ടുണ്ട്. അപ്പൊ മ്യൂസിക്കിന്റെ നോട്ട്സിന്റെ ഡിസ്റ്റൻസ് നോക്കിച്ചിട്ട് ഇങ്ങോട്ട് വായിക്കുകയാണ് അതേപോലെയൊക്കെ തന്നെ. അപ്പൊ ആദ്യം ഓടി വരും, എടാ ചീത്തക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തട്ടും. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഞാൻ വായിച്ചു തന്നെയുള്ള ഇവനും വായിക്കണേ, ഒന്ന് വായിച്ചെന്നിട്ട് വായിച്ചേ എന്ന് പറയും. അപ്പൊ ഞാൻ വായിക്കും, എന്നാ കൊള്ളാം, അത് പല്ലവിയായിരുന്നു, ചരണം ഞാൻ വായിച്ചു കാണിച്ചപ്പോ. അപ്പൊ ആ പാട്ട് തീർന്നു. പിന്നെ അങ്ങനെയാണ് നമ്മൾ മ്യൂസിക്കിലേക്ക് ആരംഭിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് വെച്ചിട്ട് പാടാൻ തുടങ്ങി. അത് പഴയ പാട്ടുകളുണ്ട്, ഭക്തി ഗാനങ്ങളും അതേപോലെ റഫീ സാബിന്റെ പാട്ടിലൊക്കെ പഴയ പാട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ പാടുമ്പോ അതിൻ്റെ ഒപ്പം പിന്നെ ചേട്ടന്മാരും മറ്റേ എൻ്റെ ജൂനിയേഴ്സിന്റെ മൂത്തതും അനിയനും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ അവർക്കൊരു കൗതുകമുള്ള, പിന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, ഇങ്ങനെ വായിക്കണത്. ചേട്ടനും വായിക്കും, ഞാനും വായിക്കും. അങ്ങനെ നമുക്കൊരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ പതുക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പള്ളിയിൽ ഒരു അച്ഛൻ സെൻഡ് ഓഫ് മാറിപ്പോണം, ട്രാൻസ്ഫർ ആയി പോകണം. അതിനോടനുബന്ധിച്ച് ഒരു ഫുൾ ഡേ മത്സരങ്ങളാണ്. അപ്പൊ അതിൽ സംഗീത മത്സരമുണ്ട്. സംഗീത മത്സരം ചേട്ടനും ചേർന്ന് എന്നെ കൊണ്ട് ചേർത്തിട്ട് ഞാൻ പാടിയത് ബാബുക്കട പാട്ടാണ്. മുറിവാലൻ കുരങ്ങച്ചൻ വിറവാലൻ പൂച്ചയുമായി മഴ വന്ന മാസത്തിങ്കൽ മലവാഴ കൃഷി ചെയ്തു ഒരു പാട്ട്. അതെനിക്ക് സമ്മാനം കിട്ടി. അന്നത്തെ മീറ്റിങ്ങിൽ വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. പള്ളി മുറ്റത്ത് വെച്ചിട്ട് അന്നത്തെ കൗൺസിലർ എടുത്തു കൊണ്ടുപോയി എന്നെ മൈക്കിന്റെ കൊണ്ട് മുമ്പിൽ ഞാനോട് പാടാൻ തുടങ്ങി. എല്ലാവരും കുഞ്ഞു പാടുന്നുണ്ട്, ട്യൂണൊക്കെ ഉണ്ട്, വാക്കുകളും തെറ്റണില്ല. അപ്പോഴത്തേക്ക് ഭയങ്കര ചിരി, നല്ല കൈയടിയും. അതാണ് നമ്മുടെ അവിടെ നിന്ന് പിന്നെ എന്നെ പള്ളിയിലെ കൊയറിലെടുത്ത് ചേട്ടനുണ്ടായിരുന്നു. ഓരോ ആഴ്ച എഴുന്നൂറുന്ന എക്സ്പീരിയൻസ് ആവുമല്ലോ. പിന്നെ പള്ളി വക നാടകങ്ങൾ, ഗാനമേളകൾ, എന്തെങ്കിലും ഡാൻസ് പരിപാടികൾ, അങ്ങനെ. അപ്പൊ അത് കണ്ടിട്ട് പിന്നെ അയൽവക്ക ക്ലബ്ബുകൾ വിളിക്കാൻ തുടങ്ങി. അയൽവക്കത്തിൽ നിന്ന് അടുത്ത അയൽവക്കത്തിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ. അപ്പോഴേക്കും പിന്നെ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും അവിടുത്തെ 50ാമത്തെ വാർഷികം. അപ്പൊ ഞാനവിടെ എല്ലാ വർഷവും പാടും, പിന്നെ മീറ്റിങ്ങിലൊക്കെ പാടും. എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും സീനിയർ സ്റ്റുഡൻസ് 10ാം ക്ലാസ്സിൽ നിന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ച് ഫീമെയിൽ വോയിസ് പാടണം. അപ്പൊ അവിടെ എറണാകുളത്തുള്ള പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ആണ് വന്നേക്കുന്നത്, ഓർക്കസ്ട്ര ആയിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്കപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പം പാട്ടൊന്നും അങ്ങനെ പഠിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല. അപ്പൊ അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേട്ടൻ
പറഞ്ഞു മോനെ അകലെ അകലെ നീലാകാശം അറിയാം എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അകലെ അകലെ നീലാകാശം അത് പാടി ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. പിന്നെ കുടമുല്ലപ്പൂവിനും ഈ 2 പാട്ടാണ് അന്ന് ഡുവറ്റായിട്ട് പാടി, വേറെ സോളോ ഒന്നും പാടിയില്ല. അതോടെ ഈ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് സ്മാക്ക് എന്നും പറഞ്ഞൊരു സംഘടന കലാഭവൻ കഴിഞ്ഞ അടുത്ത എറണാകുളത്തുള്ള അതിലത്തുള്ള നല്ല നല്ല മ്യൂസീഷ്യൻസ്, പിന്നെ അവര് ഫീമെയിൽ വോയിസിന്റെ ആവശ്യം വരുമ്പോഴേക്കും എന്നെ വിളിക്കുവായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പാണ് ഇത്. ഞാൻ ഇപ്പൊ ഇതിൽ മനസ്സിലാക്കുന്നത് ഇത്രയും ജനപ്രീതിയുള്ള സിനിമാ ഗാനങ്ങൾ ഒരുക്കാൻ പറ്റുന്നതില് ചെറുപ്പം മുതലേ ഗ്രൗണ്ടിലുള്ള മനുഷ്യരായിട്ട് ഇടപഴകിയാണല്ലോ. നമ്മൾ ഗാനമേള എന്ന് പറഞ്ഞാലും പള്ളിയിലെ ഒരു പരിപാടിക്ക് പാടും, സ്കൂളില്, ഇതെല്ലാം കറക്റ്റ് നമ്മൾ 1 to 1 ഇവരായിട്ട് ഞാൻ പറയാം. അകലെ അകലെ എന്നുള്ളത് അത്രയും ചെറുപ്പത്തിലേക്ക് കയറിയ ഒരു മെലഡി ആയതിന്റെ പേരിലാണ് ഒരു ദിവസം ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഒരു പണിയില്ല, നമുക്ക് വെറുതെ ഒരു പാട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഉണ്ടാക്കാം. ഞങ്ങൾ കൂടി അടുത്തിരുന്നിട്ട് ഹാർമോണിയൊക്കെ വെച്ചിട്ടിരുന്ന് ഏത് ടൈപ്പ് ഉണ്ടാക്കാം, നമുക്കൊരു പണിയാം, ഒരു മെലഡി കിട്ടുന്ന രാഗത്തിൽ ഒരു അടിപൊളി ഉണ്ടാക്കാം. നമ്മളെപ്പോഴും അങ്ങനെ കോൺട്രാസ്റ്റ് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഉണ്ടാക്കാം. അപ്പം ഏത് വേണം രാഗം? ഞാൻ പറഞ്ഞു അകലെ അകലെയുള്ള രാഗം എടുക്കാം. അകലെ അകലെ ചാരുകേശില് വളരെ മെലഡി കിട്ടുന്ന ശോകമൊക്കെ കിട്ടുന്ന ഒരു രാഗമാണ്. എല്ലാ മെലഡിയും കിട്ടും എൻ്റെ അകത്ത്. അപ്പൊ അതിനകത്ത് ഒരു മെലഡി ഞാൻ ഉടനെ പാടി നോക്കിയത് ചേട്ടനോ ഞാനോ ആരാണോ പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നീ മാറി, ഇതാണ് അകലെ അകലെയുടെ ചാരുകേശിന്റെ രാഗം. നീ ശുദ്ധൻ എന്ന് ഹിന്ദുസ്ഥാനിൽ പറയും, കൂടുതൽ പറയുന്നില്ല. അത് പാടിയപ്പോഴത്തേക്ക് എന്റെ പേര് സരസാംഗി എന്നായി ആ രാഗത്തിന്. ഒരു നോട്ട് മാറിയ രാഗം മാറി. അപ്പൊ അപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു പാട്ട് തന്നെയാണ് ആ രാഗത്തിലുള്ളത്. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകെട്ടും മധുമാസ ചന്ദ്രചന്ദ്രികളെ, അർജുന ഭാഷന്റെ ആദ്യത്തെ സിനിമ പാട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറങ്കടി വായോ വായോ നീ മാറിച്ചായോ മാർഗഴി മാസമല്ലേ മാട്ടുപൊങ്കലൻ നെഞ്ചിലല്ലേ. അപ്പൊ ആ രാഗത്തിന്റെ മെലഡിയും കിട്ടും, അടിപൊളിയുടെ സ്വഭാവം. അപ്പൊ അതിന്റെ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും തമിഴ് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ ഒന്ന് കേട്ടു. ഇവര് നമുക്ക് തമിഴിൽ എടുക്കണമല്ല, ഈ പാട്ടിനൊരു സൗത്ത് മൊത്തത്തിൽ നമുക്ക് ഒരു തമിഴ് കൾച്ചറുള്ള പടമാണ് രഥോത്സവം. അപ്പൊ ഈ ഡയറക്ടർമാരും ചോദിച്ചു ഞങ്ങൾക്കൊരു തമിഴ് കൾച്ചറിൽ ഒരു അടിപൊളി പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ചേട്ടനും ഞാനും പറഞ്ഞു നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, തെച്ചിപ്പോയ പിന്നീട് എഴുതിയതാണല്ലോ, ആ പാട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ ഇവിടെ ഗിരീഷ് എഴുതി കഴിഞ്ഞു. ഒന്ന് കേട്ടാ മതി, ഞങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കണ്ട. ഇന്ന് ചിന്തിച്ചില്ലെന്ന് കരുതി മോശമായിട്ട് എഴുതിയില്ല, സൂപ്പറായിട്ട് എഴുതുള്ളൂ. അതങ്ങനെ ഒരു പ്രത്യേക ജന്മമാണത്. അങ്ങനെയുള്ള ജന്മമുള്ള ഗിരീഷ് പുത്തഞ്ചേരി ഇതേപോലത്തെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മലയാള സംഗീതം ഇത്ര സമ്പന്നമായത്. എനിക്ക് ഇപ്പൊ ചോദിക്കാണ്, ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ നല്ല ഈണം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള വരികളും കൂടെ വരിക എന്നുള്ളത് നിർബന്ധം ഉള്ള കാര്യമാണല്ലോ. അവിടെ ഈ ഗിരീഷ് പുത്തഞ്ചേരിയുള്ള കൊളാബറേഷൻ, നിങ്ങൾക്ക് ഒരു ലോങ് ടൈം കൊളാബ് ഉണ്ടല്ലോ, എത്രയോ പാട്ടുകൾ നിങ്ങൾ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങൾക്കൊരു സിങ്ക് വരുന്ന, നിങ്ങളുടെ റിതം മാച്ച് ആവുന്ന ഒരു പോയിന്റ്. ഗിരീഷിന്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരീഷ് ഒരു പാട്ടുകാരൻ കൂടിയാണ്, ഒരു സംഗീതജ്ഞയുടെ മകനാണ്. അതുകൊണ്ട് സംഗീതം നന്നായിട്ട് ഉള്ളിലുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞ പുള്ളി തെച്ചിപ്പൂ എന്നെ എഴുതും. ഒരു പ്രാവശ്യം അതിൽ ചരണം ആഴ്വാം കോവിൽ കൊടിയേറാറാ. അപ്പൊ ചേട്ടൻ ചോദിച്ചേ ഇത് ഏത് ഭാഗത്തായിരുന്നു, മദ്രാസിലാണോ തെലുങ്ക് കന്നഡയിലാണോ, എവിടെയാണ് ഈ ആഴ്വാം കോവിൽ എന്നുള്ളത്? അങ്ങനെ ഒരു കോവിലേ ഇല്ല, പുള്ളിയുടെ മനസ്സിൽ നിന്നൊരു കോവിൽ വന്നാണ്. അതങ്ങനെ ചെയ്യാമോ? അതെന്താണ് എത്രയോ വയലാറൊക്കെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു സംഭവം കൂടെ ഉണ്ടാക്കിയെടുക്കണേ നമ്മള്, അത് കഴിവിയുടെ സ്വാതന്ത്ര്യമാണ്. ഫിക്ഷൻ കൊടുക്കുന്നത് ആൾക്കാർ കരുതും അതിന്റെ അങ്ങനെ ഒരു കോവിലുണ്ടെന്ന് കരുതും. പാട്ടും കേട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ദാസിയേട്ടന്റെ കാര്യത്തില് അതറിയാമോ? ഞങ്ങള് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു റെക്കോർഡിസ്റ്റ്. ഇപ്പൊ ഇന്ത്യയിലെ നമ്പർ 1 റെക്കോർഡിസ്റ്റ് ആണ്, ബോംബെയിലാണ്, ബൽറാം. അപ്പൊ അദ്ദേഹത്തിന്റെ മദ്രാസിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റുഡിയോ ആണ് VGP. വേറെ ആളുടെയാണ്, അദ്ദേഹമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, എക്സിക്യൂഷൻ മൊത്തം റെക്കോർഡ്സ്. അപ്പൊ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
2 ദിവസത്തേക്ക് രണ്ടാമത്തെ എങ്ങനെയാണ് ആൾക്കാരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നോക്കാമെന്ന് കരുതി. ആദ്യത്തെ തവണ ഓർക്കസ്ട്രയ്ക്ക് എടുത്ത്, അതിൽ തെച്ചിപ്പൂവയും പിന്നെ കൂടാണ്ട് MG ശ്രീകുമാറിൻ്റെ ഒരു പാട്ടും, അത് രണ്ടും എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബലറാം പറഞ്ഞു നാളെ നമുക്ക് ഡേറ്റ് ഇല്ല, നാളെ വേറെ ഐറിസ് ജയരാജിൻ്റെ ഒരു ഡേറ്റ് ആണ്, അപ്പം അതിൻ്റെ വല്ല കൊടുത്തേക്കാണ്, നിങ്ങൾക്ക് 2 പാട്ട് ഈ പാട്ട് തെച്ചിപ്പൂവ വേണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് നമുക്ക് തുടങ്ങാം, 7 മണിക്ക് തുടങ്ങിയാൽ ദാസേട്ടനും ചിത്രയും വരുമെന്നാണെങ്കിൽ അവരെ കൊണ്ട് പാടിച്ച് 9 മണിയാകുമ്പോൾ എനിക്ക് ഫ്രീ ആയി കിട്ടിയാന്ന് പറഞ്ഞു. നമുക്ക് ട്രൈ ചെയ്യാം. ദാസേട്ടനെ വിളിച്ചപ്പോഴത്തേക്കും ദാസേട്ടൻ ഞാൻ 8 മണിക്ക് വരാം, 7 മണിക്ക് ചിത്ര പാട്ടെന്ന് പറഞ്ഞു. ചിത്രക്ക് ഒന്നും കുഴപ്പമില്ല, ചിത്ര 7 മണിക്ക് വന്നു. 7 മണിക്ക് വന്ന് ഞങ്ങൾ പാട്ടൊക്കെ എഴുതിയൊക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ പാടി വന്നപ്പോഴത്തേക്കും ദാസേട്ടൻ വിചാരിച്ചായി അവള് പാടുന്ന കേൾക്കാം, അപ്പം എനിക്ക് പെട്ടെന്ന് പാടാല്ല. ചിത്ര പാടുന്ന കേട്ടപ്പോൾ തന്നെ താഴ്ത്തുനിന്ന് സ്റ്റെപ്പ് കയറിയാ വന്ന്, അപ്പം തന്നെ ദാസേട്ടൻ പാട്ട് പഠിച്ചു, കേട്ട് പഠിച്ച്. അത്ര മതി ഒരു പാട്ടൊക്കെ പഠിക്കാനായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന്, ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് കൺസോളിൽ വന്നിരുന്നു. ദാസേട്ടൻ മുമ്പിൽ ചിത്ര കൂടി ഒരു ടെൻഷനായി. അപ്പോൾ ചിത്ര പറഞ്ഞു ഞാനിങ്ങനെ അടുത്തിരുന്ന് ഗാനമേളൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്, പക്ഷേ ഈ മുമ്പിൽ തന്നെ ഇരുന്ന് കൺസോളിലും ദാസേട്ടനും ഞാനിവിടെ ബൂത്തിൽ ഇരുന്നിട്ട് ഇതുവരെയായിട്ടും പാടിയിട്ടില്ല, എനിക്കൊരു വിഷമം പാടാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങനെയാണോ, നീ ഒരു കാര്യം ചെയ്യ്. ദാസേട്ടൻ പറഞ്ഞു ഞാൻ പാട്ട് പഠിച്ച്, അവിടെ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ പാട്ട് പഠിച്ചു, ഞാൻ അവളെ പഠിപ്പിച്ചോട്ടെ, ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്, നിങ്ങൾ കുറച്ച് നേരം വെറുതെ റിലാക്സ് ചെയ്തിരിക്കും. ഓ സന്തോഷം എന്ന് പറഞ്ഞു. ദാസേട്ടൻ അങ്ങനെ ഇരുന്ന് എടേ അങ്ങനെ പാട് ഇങ്ങനെ പാടുന്നതൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് പാടിച്ച് ദാസേട്ടനെ ചിത്രയെ കൊണ്ട് മൊത്തം പാടിച്ച ദാസേട്ടനാണ്. ഇടക്കിടക്ക് ചോദിക്കും വ്യത്യാസമൊന്നും ഇല്ലല്ലേ പറഞ്ഞേക്കണം, ഒരു വ്യത്യാസം ഇല്ല, ഒരു വ്യത്യാസം ഇല്ലായിരുന്നു, കറക്റ്റ് ആയിട്ട് പാടിച്ച്. അതുകൊണ്ടുള്ള അത് അങ്ങനെ രണ്ടുപേരും അത് പാട്ടൊക്കെ പാടി സമാധാനമായി. ചിത്ര വേഗം പോയി, 8 മണിയായപ്പോൾ തന്നെ പോയി. പിന്നെ ദാസേട്ടൻ 8 മണിക്ക് പാടാൻ കയറി. കാണുമ്പോഴത്തേക്ക് ദാസേട്ടൻ ഈ രാഗത്തിൽ പാടിയേക്കണ ഇതൊക്കെ അല്ലേ ഇങ്ങനത്തെ മാനത്തിൽ പുള്ളി അപ്പൊ കുറച്ചും കൂടി മെലഡിയസ് ആക്കാൻ ശ്രമിച്ചു നോക്കി, രാഗം മെലഡി അതിന്റെ പേരിൽ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ദാസേട്ടൻ്റെ ഒരു അടിപൊളി കേൾക്കാനാണ് ഇപ്പോഴത്തെ ആൾക്കാർ കാത്തിരിക്കണം. ദാസേട്ടന് ഈ രാഗത്തിന്റെ മെലഡി അതിലുള്ളത് തന്നെ മതി, കൂടുതൽ മെലഡി വേണ്ട, അടിച്ചങ്ങോട്ട് പൊളിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണല്ലേ. ഒരു കസേരയൊക്കെ അങ്ങോട്ട് വലിച്ചിങ്ങോട്ട് ഇട്ടിട്ട് കാല് അതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് മുണ്ടൊക്കെ അങ്ങ് മടക്കി കുത്തി ഒറ്റ പാട്ടാണ്, പിന്നെ നോക്കേണ്ടി വന്നില്ല. ഒറ്റടിക്ക് കാലത്ത് ആ പല്ലവി പോലെ ലാസ്റ്റ് പല്ലവി വരെ ഒറ്റടിക്ക് ഞങ്ങൾ പാടി. അവരുടെ ജീനിയസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി വന്നപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് റാപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ട് തങ്ങള്, കോഴിക്കോടുള്ള. അപ്പൊ തങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേണി ഇങ്ങനെയൊക്കെ ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഒരു ജാതി പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതായത് വർത്താനം മുത്തു 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 മുത്ത് അങ്ങടെ പാട്ടാവും. അങ്ങനത്തെ പാട്ടല്ലേ ഇത്, അതിൻ്റെ അകത്ത് താളമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സംഭവം ഉണ്ടിട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇതൊന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പൊ പാടിയത് മാത്രമല്ല, റോ ആയിട്ട് പാടി, മിക്സിംഗ് ഒന്നുമില്ല, എനിക്ക് അടുത്ത പരിപാടിക്ക് പാടണത്, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. റെക്കോർഡ് ചെയ്ത് ചെറിയൊരു ടൈപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് പുള്ളി പോയി പാടിയിട്ടും ഭയങ്കര ഭയങ്കര കൈയടി. ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യല്ലേ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പാടിയാലും ആൾക്കാർ കേട്ടിരുന്നോളും, ഒരുപാട് പഴകണമെന്നൊന്നുമില്ല. അതെ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും പറയാനുണ്ട്, എന്തെങ്കിലും ഉണ്ട്. ഈ അല്ല ഇതെല്ലാം പറഞ്ഞപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇൻസ്ട്രുമെന്റ്സ്, ഈ ഒരു മ്യൂസിക് ഡയറക്ടർ എപ്പോഴും അയാളൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഇതിൽ എത്ര ഇൻസ്ട്രുമെന്റ്സ് പാർട്ടാക്കാം, ഓരോ ഇമോഷൻ എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ടോട്ടൽ ലിസണിങ്, കേൾവി എന്നുള്ളതില് അത് ഏറ്റവും രസമാവുന്നത് അത്രയും ഇൻസ്ട്രുമെന്റ്സിന്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു മുസ്ലിം പാട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വീണ വേണമെന്ന അല്ലെങ്കിൽ നാവസരം വേണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനും ബാൻജോ വേണ്ടി വരും, ഷെഹനായി വേണ്ടി വരും, ഹാർമോണിയം വേണ്ടി വരും, തബല വേണ്ടി വരും, ഡോല് വേണ്ടി വരും, അത് നമുക്ക് അറിയാം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഈ ചെയ്ത് തന്നെ പിന്നെയും പിന്നെയും ചെയ്യാണ്ട് നമ്മളൊരു അഡീഷണൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ മെയിൻ ഘടകം അതൊക്കെ തന്നെ ആയിരിക്കും. അതിൽ കൾച്ചർ, ക്രിസ്ത്യൻ ആണെങ്കിൽ അങ്ങനെ, ഹിന്ദു ആണെങ്കിൽ അങ്ങനെ അങ്ങനെ അതുണ്ട്. പിന്നെ ഇപ്പൊ മോർണിംഗ് ടൈമിൽ പാടുന്ന പാട്ടാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള, ഈവനിങ്ങിലാണ് അതിന്റെ രാഗങ്ങൾ വ്യത്യാസം ഉണ്ടാവും. മോർണിംഗ് അതിനൊക്കെയാണ് പഠിക്കുന്നത്, ഏതൊക്കെ സമയത്ത്, ഉച്ചക്ക് ഈ സമയത്ത് പാടേണ്ട പാട്ട് ഏതാണ്, അല്ലെങ്കിൽ വൈകുന്നേരം പാടേണ്ട പാട്ട്, മിഡ് നൈറ്റിന് പാടേണ്ട രാഗം ഏതാണ്, ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, എന്നാലേ അതിന്റെ പെർഫെക്ഷൻ വരുള്ളൂ. അതൊരു പഠനത്തിന്റെ ഭാഗമാണ് ഇത്ര ഇൻസ്ട്രുമെന്റ്സ് അറിയാന്നുള്ളത്. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബുൾബുൾ പോലെ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ ഒരു ജേണിയിൽ ഇൻസ്ട്രുമെന്റ്സിനെ പരിചയപ്പെടുന്നത്, ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് പാർട്ടാവുന്നത്, അത് ബുൾബുള് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഒരു 6-7 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കാം ചേട്ടനപ്പം, ഞാനും ചേട്ടനും ഒരേ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു മലയാളം മാസ്റ്ററുണ്ട്, ക്ലാസ് ടീച്ചർ. പുള്ളി ചേട്ടൻ്റെ പാട്ട് കേട്ട് പറഞ്ഞിട്ടാ
നീ നന്നായിട്ട് പാടണ്ടല്ലോ, നിനക്ക് ഹാർമോണിയം ഉണ്ടാ? ഹാർമോണിയം പോയിട്ട് ഒരു സാധനം ഇല്ലല്ലോ. അപ്പോൾ ഹാർമോണിയം ഒന്നും വീട്ടിലില്ല. എന്നാൽ ഞാൻ എൻ്റെ ഹാർമോണിയം ഒരു 3 മാസത്തേക്ക് നിനക്ക് തന്നേക്കാം, 3 മാസം കഴിയുമ്പോൾ തിരിച്ചു തന്നെ. ആ ശരി, സന്തോഷമായി. അങ്ങനെ അപ്പോൾ ഹാർമോണിയം വീട്ടിൽ വന്നിട്ട് ഈ ബുൾബുൾ വായിച്ച പോലെ ചേട്ടൻ ഹാർമോണിയം വായിക്കാൻ തുടങ്ങി. പുള്ളിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. വായിക്കലും പിന്നെ ചേട്ടനെ അമ്മച്ചി പറഞ്ഞു വിടുന്നവരെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നേക്കും ഞാൻ ആ സമയത്ത് ഞാൻ വായിക്കും. ഓടി വരും, അങ്ങോട്ട് പോകില്ല, റോഡിലോട്ട് പോകില്ല. എടാ ഇത് വല്ലവൻ്റെ സാധനമാണ്, ഇത് ചീത്തയാക്കല്ലേ എന്ന് പറയും. പെട്ടെന്ന് എന്താ വായിച്ചോ, 100 വായിച്ചേ. അപ്പൊ അന്ന് ഇതൊക്കെ ആയിരിക്കും കാടാറ് മാസം ഹാർമോണിയത്തിന്റെ ബിറ്റുകളത്, മതം പൊട്ടിച്ചിരിക്കുന്ന ഹാർമോണിയത്തിന്റെ ബിറ്റുകൾ, അതൊക്കെ വായിക്കണത്. അത് ടഫാണ്. പക്ഷെ ഞാനിങ്ങനെ എങ്ങനെയും വലിഞ്ഞു വായിക്കും. അത് കയ്യൊന്നും എത്തൂല, ബെല്ലോത്തൊന്നും. എന്തെങ്കിലും വായിക്കും. മ്യൂസിക്കിനോടുള്ള ആത്മാർത്ഥം ഉണ്ട്, ആ പാഷൻ കൊണ്ട് വായിച്ചങ്ങനെ ഒപ്പിക്കും. അപ്പൊ പുള്ളി പറഞ്ഞു തരും. ഇങ്ങനെ ഞങ്ങള് ഹാർമോണിയം ചേട്ടനും ഞാനും മാറി ഇങ്ങനെ വായിച്ച് കൊണ്ടിരുന്നത്. ഹാർമോണിയത്തിന്റെ സ്വരം കേട്ടിട്ട് നമ്മുടെ കസിൻസ് ഒക്കെ എല്ലാവരും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. മ്യൂസിക് ഇഷ്ടമില്ലാത്തവർ ആരുമില്ല. അത്യാവശ്യം പാടുകയും ചെയ്യും. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ജോലിയാ അല്ല എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ പഴയ പാട്ടല്ല, അന്നുള്ള പാട്ട്, അന്നത്തെ പാട്ടുകൾ എല്ലാം എത്ര പ്രാവശ്യം പാടിയാലും മതിയാകാത്ത പാട്ടുകളല്ലേ. അപ്പൊ അതൊക്കെ ഹാർമോണിയം വായിച്ചിട്ട് ഇങ്ങനെ പാടുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലൊരു പുതിയ പാഠങ്ങളാണ്. പല ഭാവങ്ങൾ ഉള്ളി കയറിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലാകും ഇവിടെ ഒരു മ്യൂസിക്കിന്റെ എന്തൊരു സംഭവമുണ്ട്. ചില ആൾക്കാർക്ക് എന്ത് വേണം, ഡ്രാമയുടെ പാട്ടുണ്ടാക്കണം, ചില ആൾക്കാർക്ക് ഏതെങ്കിലും കൊയറിന്റെ പാട്ടുകൾ ഉണ്ടാക്കണം, പള്ളിയിൽ പാടാനുള്ള പാട്ട്, ചിലർക്ക് വേറെ എന്താണ് എലക്ഷന്റെ പാട്ടുണ്ടാക്കണം. ഇതൊക്കെ ഇങ്ങനെ ചേട്ടൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. ചേട്ടൻ്റെ അല്ല, ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തിരിക്കും. അതൊക്കെ അത് ട്യൂൺ ചെയ്ത് തന്നെ പറയും. അപ്പൊ പുള്ളി അങ്ങോട്ട് എന്താണ് മനോരമ പത്രം കിട്ടുമ്പോൾ ട്യൂൺ ചെയ്യാൻ ആളാ. വാർത്ത കിട്ടിയാലും ട്യൂൺ ചെയ്യാൻ. അതിന് വൃത്തമൊന്നും വേണമെന്നില്ല, അത് വൃത്തമൊക്കെ പുള്ളിനെ ഉണ്ടാക്കും. അപ്പൊ ഞാനും ഇങ്ങനെ അടുത്തിങ്ങനെ കൂടിയിരിക്കും. പാടാ നമുക്ക് ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞ് തുടങ്ങിയതാണ് വേണി ഇഗ്നേഷ്യസ്. അങ്ങനെ ഇതായിട്ടല്ല, വേണി ഇഗ്നേഷ്യസ് എന്നുള്ള ലെവലൊന്നും കൂടാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് ഇപ്പോഴാണ് ഞാൻ പ്രീഡിയൊക്കെ പഠിക്കാൻ നേരത്തായിരിക്കും ഒരു നാടകക്കാർ വന്നിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി 2 പാട്ട് കൊണ്ടുവന്നു. അപ്പൊ ആ 2 പാട്ടും ചേട്ടൻ തന്നെ കൂടുതലും കമ്പോസ് ചെയ്ത്, കുറച്ചെന്തെങ്കിലും ഞാനും കമ്പോസ് ചെയ്യേണ്ടതായിരിക്കും. അത് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എറണാകുളം ബസിലേക്ക് നിന്ന് ഞാനിവിടെ ഒരു 5-6 വർഷമായിട്ട് കൊയറിന് ഹാർമോണിയം ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു മണവാളനച്ഛൻ, വർഗീസ് മണവാളനച്ഛൻ, ഫാദർ അന്ന് കൊച്ചച്ഛനാണ്. അച്ഛനൊരു 12 പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊയർ മെമ്പേഴ്സിന് എല്ലാത്തിനും വേണ്ടി വീതിച്ചു തന്നു. അതിൽ 2 പാട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം 2 പാട്ടാണ് തോന്നുന്നത്. ഒരെണ്ണം ഞാൻ അല്ല 2 എണ്ണം ഞാൻ ചെയ്തു, 3 പാട്ട് കിട്ടി. 2 എണ്ണം ഞാൻ ചെയ്തു, ഒരെണ്ണം ചേട്ടന് കൊടുത്തു. അപ്പം അതവിടെ അന്നൊരു രാമു എന്ന് പറഞ്ഞൊരു ജീനിയസ് റെക്കോർഡിസ്റ്റ് ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് മിക്സർ ഉണ്ടാക്കും, സ്വന്തമായിട്ട് ഹാർമോണിയം ഉണ്ടാക്കും, സ്വന്തമായിട്ട് ആംപ്ലിഫയർ ഉണ്ടാക്കും, എല്ലാം പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കും. മൈക്രോഫോൺ പുള്ളിയായിട്ട് ഉണ്ടാക്കും. ഇതെല്ലാം പുള്ളി ഉണ്ടാക്കിയിട്ട് ഒരു വീട്ടിലിരുന്ന് അധികം ബഹളം ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആ സ്പൂള് നേരെ കൽക്കട്ടയിലേക്കാ മദ്രാസിലേക്കാ ബോംബെയിലേക്കാ അയച്ചു കഴിയുമ്പോൾ അത് EP ഡിസ്കോ LP ഡിസ്കോ ആയിട്ട് വരും. അങ്ങനെയായിരുന്നു നമ്മളുടെ പരിപാടി. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ആലേഖനം ചെയ്ത വർക്ക്. സെക്കൻഡ് ചെയ്തത് അമേരിക്കയിലാണ്. അമേരിക്ക. അപ്പം MSc പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവിടുത്തെ സ്പോൺസറുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. നമ്മളെ ഇവിടുത്തെ ലീഡർ കോറസ് പീറ്റർ എന്ന് പറഞ്ഞ ആള് രാത്രി ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ അവർക്കൊന്നും ഉറക്കമില്ല. ഇന്ത്യ അമേരിക്ക ടൈം അവരൊക്കെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. എനിക്കതൊന്നും കേൾക്കാൻ പോലും പറ്റില്ല. ഞാൻ നല്ല ഉറക്കം. അവിടെ തന്നെ കോറസ് പീറ്റർ എന്നെ വിളിച്ചിട്ട് പറയടാ, ഇവിടുത്തെ സ്പോൺസർ നല്ല കവിയും ഗാനരചനയൊക്കെ ഉണ്ട്, ഒരു പാട്ട് നമ്മൾ ഉണ്ടാക്കി നാളെ പ്രോഗ്രാം അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഗുണം കിട്ടും എന്ന് പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ നല്ല ഉറക്കത്തിലാണ്. സമ്മതിക്കൂല. എന്നെ പിടിച്ച് ഒരു മാപ്പിളപ്പാട്ടായിരുന്നത്. അതുണ്ടാക്കി അതിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കി ഡെൻസിയും വില്യംസ് കോറസ് പീറ്റർ ബോണി ഇത് ഗായകരൊക്കെ പാടി നല്ല അടിപൊളി ഓർക്കസ്ട്രയായിരുന്നു. രാമുവിൻ്റെ സിസ്റ്റവും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടത് അവതരിപ്പിച്ചപ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടമായി. അവരുടെ സ്വന്തം പാട്ട് അവിടെ പ്രസന്റ് ചെയ്തു. പിന്നെ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ 12 സ്ഥലത്ത് പോയിട്ട് അവിടെ എല്ലായിടത്തും പ്രസിദ്ധമായി. ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഒരു പാട്ട് അവതരിപ്പിച്ച്. ബേണിയാണ് മ്യൂസിക് ഡയറക്ടർ. അങ്ങനെ ചിക്കാഗോയിൽ ചെന്നപ്പോഴത്തേക്കും അവരുടെ സ്പോൺസർ പറഞ്ഞു 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച എന്തോ പരിപാടി, ശനി ഞായർ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾ പോയിക്കോ. അപ്പോൾ പറഞ്ഞു ഈ 2 ദിവസം നമുക്കൊന്ന് ഒരു ഈ മറ്റേ LP റെക്കോർഡില്ലേ, ക്രിസ്ത്യൻ ഡിവോഷൻ, അത് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ മൂഡ് മാറി. എന്നാൽ പിന്നെ പോകണ്ട, അടിച്ചുപൊളിയും വേണ്ട, ഒന്നും വേണ്ട, നമുക്കിത് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്തതിൽ ഒരു പാട്ട് ഞാൻ, ഒരു പാട്ട് ചേട്ടൻ്റെ. എനിക്ക് ഭാഗ്യത്തിന് ഞാൻ പ്രിപ്പയർ ചെയ്തല്ല പോയത്. പക്ഷെ തലയിൽ ലിറിക് ഓർമ്മയുണ്ടായിരുന്നു.
ഇന്നത്തെ പോലെ നമുക്ക് വാട്സാപ്പിൽ വിളിച്ചു ചോദിക്കാനും പറ്റത്തില്ല. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അപ്പോഴെ നമുക്ക് ഒന്നും കൂടി സെറ്റായി മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പരിപാടി നമുക്ക് പറ്റും. എനിക്ക് അറിയാനും പാടില്ല. ഞാൻ അതിന് ഇവിടെ വന്നിട്ട് MSc സെക്കൻഡ് ഇയർ പഠിക്കാൻ കയറി. പക്ഷെ നമ്മുടെ കൂടെ പോയ ആൾക്കാരൊക്കെ നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ അംഗീകരിച്ച്. അപ്പോഴേക്കും കാസറ്റ് വിപ്ലവം തുടങ്ങി. അങ്ങനെയാണ് പിന്നെ കലാഭവന്റെ പല വർക്കും, തരങ്ങിണിയുടെ വർക്ക്, അതേപോലെ പിന്നെ എന്നെ പീറ്റർ തന്നെയാണ് കൊണ്ട് ഇവിടെ ആക്കിയത്. ഉസ്മാന്റെ അവിടെ രഞ്ജിനി കാസറ്റ്, അവിടെ നിന്ന് തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ കാസ്റ്റ് വിപ്ലവമൊക്കെ പറഞ്ഞപ്പോഴേ, ഇപ്പോ തേന്മാവിൻകൊമ്പത്ത് ചെയ്യുന്ന സമയത്തുള്ള പോലെ എല്ലാം മ്യൂസിക് ഇത് മാറുന്നുണ്ടല്ലോ, ഓരോ സ്റ്റേജിൽ മാറുന്നുണ്ട്. അത് ഈ പറഞ്ഞ സൗണ്ട് ഡിസൈൻ മുതൽ ഈ പറഞ്ഞ റെക്കോർഡിംഗ് അടക്കം എല്ലാ തരത്തിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയി, അപ്ഗ്രേഡ് ആയി, പുതിയ ടെക്നോളജിയിലോട്ട് ഇത് ഇങ്ങനെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രലേഖയിലോട്ട് എത്തുമ്പോഴത്തേക്കും ഇതിലൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടല്ലോ, മ്യൂസിക്കലി നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ചന്ദ്രലേഖയില് പല രീതിയിലുള്ള പല ഇമോഷനുള്ള പല പാട്ടുകൾ. ഒന്ന് പടം ഭയങ്കര വലിയ സിനിമയാണ്, ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, സ്കെയില് വലുതാണ്, അതിന്റെ അകത്ത് ഇത്ര ആളുകളുടെ ഇമോഷൻസ്. അപ്പൊ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ, പാട്ടിന്റെ ഓർക്കസ്ട്ര, അതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആള് SP വെങ്കടേശാണ്. അയാളെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതല്ലേ ഈ ഉറപ്പായിട്ട് സംസാരിക്കുമ്പോൾ ഈ താമരപ്പൂൽ അത് ഭയങ്കര കണക്ട് ചെയ്യുന്ന പല രീതിയിൽ മിക്സറുള്ള പാട്ടാണ്, ഭയങ്കര വെല്ലുവിളിയായിരുന്നു അത്. എനിക്ക് ചോദിക്കാനുള്ളത്, ആ പാട്ട് പൊളിഞ്ഞാൽ പടം പൊളിഞ്ഞാൽ സത്യം. കാരണം സിനിമയുടെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ആ പാട്ടാണ്. ആ പാട്ടിൽ സുകന്യ എഴുന്നേക്കണമെങ്കിൽ നിങ്ങളുടെ പാട്ട് സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എണീക്കുന്നതിന് ഒരു ബിലീവബിലിറ്റി വരുന്നില്ല. അവിടെ എണീറ്റാലേ പടം അങ്ങോട്ട് മുന്നോട്ട് പോകും. അത് അറ്റം വരെ കൊടകൊടകൊടകൊടാന്ന് ഇങ്ങനെ പോണത്, ഒറ്റ ശ്വാസം, യാതൊരു ബ്രേക്കും ഇല്ല. അത് ശ്രീകുട്ടൻ അത് പാടി ഒപ്പിച്ച്. പക്ഷെ മോഹൻലാൽ പറഞ്ഞു ഇതെന്തൊരു ഇതാണ്, എനിക്ക് ശ്വാസം വിടാൻ സമയം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി തകർത്തത്. അയ്യോ, തകർത്ത്. ഈ താമരപ്പൂവിന് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ബ്രീഫ് ഉണ്ട്, ഇതിൽ അത്ര തന്നെ ചലഞ്ച് ഉണ്ടല്ലോ. ഇത് അടിക്കണം, അടിച്ചാലേ പടവും പോവുള്ളൂ. നിങ്ങളുടെ കരിയറിന് ഇത് അടിച്ച ഈ മുന്നോട്ട് വൻ ബൂസ്റ്റ്. അത് റിലീസ് ചെയ്ത ദിവസം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കവിതാ തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അന്ന് 1 മാസത്തെ 2 മാസത്തെ ബസ് സമരം. അന്ന് ബസ് സമരമാണെങ്കിൽ ഇന്നത്തെ പോലെ കൂടിയല്ല, പണം വീഴും, ആർക്കും വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഷോയ്ക്ക് ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിൽ ഇത് പൊളിഞ്ഞു പോവാന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ പടം ഹൈലൈറ്റ് ആയിട്ട് കയറിപ്പോയി. ഈ ബസ് സമരത്തിലും കയറിപ്പോയി. ഈ താമരപ്പൂവിൽ ശരിക്കും കമ്പോസ് ചെയ്യുന്ന സമയത്തേക്ക് ഇത്രയും മിക്സ്ചർ വേണം. അതിൽ ഭയങ്കര ഒരു ഈ പറഞ്ഞ ഒരു ഫീൽ ഗുഡ് സ്വഭാവം ഉണ്ട് ആ പാട്ടിന്. അവിടെ നിന്ന് ഈ ക്രൈസിസിൽ വരുന്ന സ്വരങ്ങൾ വെച്ചിട്ടുള്ള മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ടുവേർഡ്സ് എൻഡിലോട്ട് ഹമ്മിങ്ങിലോട്ട് മാറുന്നുണ്ട്. അത് അത്രയും സംഭവങ്ങൾ ഒരു പാട്ട് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. അത് പുള്ളിക്ക് ഒരു ടോട്ടൽ, പ്രിയദർശന്റെ ഒരു ടോട്ടൽ വിഷ്വൽ ഉണ്ടായിരുന്നു. എന്റെ പേരിലാണ് ഞങ്ങൾ അതിനു മുമ്പ് കൊടുത്ത് 2-3 പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ടാണ് ഈ പാട്ട്. പുള്ളി പറഞ്ഞൊരു ഉഗ്രം പാട്ടാണിത്. ഇതെങ്കിലും നല്ല സ്ഥലത്തെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ സിറ്റുവേഷനിൽ ഇത് പറ്റില്ല, വേറൊന്നും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഈ താളത്തിലോ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലോ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ലായിരിക്കും. അങ്ങനെയാണ് താമരപ്പൂവിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഓക്കെ ആയി. അത് ഫാസിലുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ മുറിയിലേക്ക് ഫാസിൽ സാറും പ്രിയൻ ചേട്ടനും കൂടി 2 പേരോട് വന്നിട്ട് പറഞ്ഞൊരു ഒരെണ്ണം ഉണ്ടാക്കുന്നു പറഞ്ഞു. അതങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ 2 പേരോട് വരും. അപ്പൊ ഡോലിയ തബലയൊക്കെ വേറെ ഹാർമോണിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഫാസിൽ പറയാം ഒന്നും വേണ്ട, ഇവർ പാട്ട് മാത്രം പാടിയാൽ മതി. ആ പാട്ട് ഒറ്റ വരി പാട്ട് കൊണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം പാട്ട് മതി, അങ്ങനെ പറയുള്ളൂ. ഇന്നത്തെ സ്വഭാവം അതല്ല. ഇന്നിപ്പോ ഇടിച്ച് പൊളിച്ച് കേൾപ്പിക്കല്ലേ സ്റ്റുഡിയോയില്, എന്നാലേ വർക്കാവുള്ളൂ. പക്ഷെ അപ്പൊ എന്നുണ്ടെങ്കിൽ ആ ഒരു 1 ലൈൻ മെലഡി വിത്ത് ലിറിക്സ് ആളുകളുടെ മനസ്സിൽ കയറുമോ ഇല്ലെന്ന് നോക്കണില്ല. ഇത് ഒറ്റക്ക് പാടാൻ പറ്റണം. ഫാസ്റ്റ് ആയാലും സ്ലോ ആയാലും എന്തായാലും ആളുടെ മനസ്സിൽ അറിയാതെ വരണം. അതാണ് പാച്ചിക്കടയൊക്കെ ചിന്താഗതി. ഒന്നും വേണ്ട, ഒരു ഡോലി ടട്ട എന്നുള്ള ശബ്ദം പോലും വേണ്ട, ഇയാൾ ഒറ്റക്ക് പാടട്ടെ, പാടുമ്പോ ഇഷ്ടപ്പെടുമോ ഇല്ല നമുക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. എത്ര നേരം കൊണ്ടാ കമ്പോസ് ചെയ്ത്? അധികം കമ്പോസ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചെടുത്ത് പോയി. ഇത്
താനി നാനി നാനി താനനാനി. ഇത് പല്ലവിടെ രണ്ടുപേരെയാണ്. അപ്പൊ ഞാൻ ഉടനെ ഞാൻ വേണ്ടി ഒരു താനി നാനി അങ്ങനെ എന്തോരും ഒരു രണ്ടുപേരും കൂടി എന്തായാലും 4 വരി ആവുള്ളൂ. അങ്ങനെ ചേട്ടൻ അത് പറഞ്ഞു, അത് വേണ്ട, ഇത്രയും കൊണ്ട് തന്നെ ഓക്കെയാണ്. അതിലൊത്ത അത്ര മതി പല്ലവി. അവിടെ നിന്ന് അടുത്തൊരു ദേശിന്റെ പിന്നെ കൊറേ നല്ല നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു, അത് കട്ട് കളഞ്ഞു പുള്ളി. ഈ മറ്റേ സ്വരങ്ങൾ വരുന്ന പോർഷനില് മറ്റേ എണീറ്റ് നടത്തിക്കുന്ന അതൊന്ന് പ്ലേ ആവോ? അത് ഓർമ്മയില്ല. അത് ഭയങ്കര ഞാനിപ്പോ എനിക്ക് ഓർമ്മയില്ല, ആ സിനിമ കാണുന്ന സമയത്ത് ചെറുപ്പത്തിൽ കാണുമ്പോൾ നമ്മളെ ഹുക്ക് ചെയ്യുന്ന എന്തെങ്കിലും മൊമെന്റുകൾ ഉണ്ടാവല്ലോ. അപ്പൊ എനിക്കൊന്ന് ഈ അമ്മൂമ്മക്കിളി വായാടിക്കുമ്പോൾ ഈ ബസ്സിന്റെ മുകളില് പൂജ വരുന്ന ആ വിഷ്വൽ ഓർമ്മയുണ്ട്. പിന്നെ ഇതെന്റെ കോർ മെമ്മറി ഈ പറഞ്ഞ അറിയാം, ഒരു 90% അറിയാം, പക്ഷെ 100% ആകണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഈ അന്നത്തെ സമയത്ത് ഈ തെന്മയ കൊമ്പത്ത്, ചന്ദ്രലേഖ, മയിൽപീലിക്കാവ്, മറ്റു ഈ പറഞ്ഞ ശ്രീകൃഷ്ണ നക്ഷത്രങ്ങൾക്ക് ഇതിങ്ങനെ ലോങ് ജേർണിയില് സിനിമകൾ മാറിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ സമകാലീനായിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ, മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരായിട്ട് നിങ്ങളുടെ ഒരു കളക്റ്റീവ് ഉണ്ടോ? നിങ്ങൾ തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു. നമ്മുടെ ജോൺസൺ മാഷ് ഞങ്ങള് ചിലപ്പോ കൊച്ചിയിൽ നിന്ന് മദ്രാസിലേക്ക് എത്തും എന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ പുള്ളി അവിടെ കാത്തിരിക്കും, കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാം. അവര് ചിലപ്പോൾ ഞങ്ങള് വേറൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഔസേപ്പച്ചന്റെ വർക്കായിരിക്കും ഇവിടെ. അപ്പൊ ഔസേപ്പച്ചനായിട്ട് നമ്മൾ പറയാൻ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു ഈഗോയോ അല്ലെങ്കിൽ അങ്ങനെ. അതേപോലെ കീരവാണി അടുത്ത് കൊച്ചിയിൽ വന്നപ്പോഴത്തേക്കും വിളിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളെ ആ പഴയ ബന്ധമാണ്. അല്ലെങ്കിൽ കീരവാണിയുടെ കീബോർഡിസ്റ്റ്, കണ്ടക്ടർ, വയലിസ്റ്റുകളെല്ലാവരും ഞങ്ങളുടെയും. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കീരവാണിയോടെ ഒരു അര ദിവസമൊക്കെ മാറിയിരിക്കും, ഒന്നും ചെയ്യാനുണ്ടാവില്ല. അത് കീരവാണിയുടെ വർക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഒരു മണിക്കൂർ ഒരു ദിവസം വെറുതെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് മാത്രമല്ല, പുള്ളിയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് പുള്ളിക്ക് പഴയ കാര്യങ്ങളൊന്നും മറന്നു പോണ ആളായി. എത്ര വലിയ ലോകത്തിലിപ്പോ ഏറ്റവും വലിയ ആളായി, ഓസ്കാർ വരെ കിട്ടി. എന്നാൽ പോലും ആ പഴയ ആള് തന്നെ. അങ്ങനെ വേണം. ഗ്രൗണ്ടഡായിട്ട് എളിമ എന്ന സാധനം വിട്ടെത്തിയിരുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടം പോവും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്, അത് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ആർജിച്ചെടുത്തിട്ട് കാര്യമില്ല. നമ്മളത് നമ്മുടെ മനസ്സിലുണ്ടാകണം, ജനിച്ച കാലം പോലെ അത് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ എപ്പോഴും ബേണി ഇഗ്നേഷ്യസ് പാട്ടുകളിൽ അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമായി തോന്നിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ മ്യൂസിക് വരികള്, ഇതിൻ്റെ ഒരു അലൈൻമെന്റ് പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പൂനിലാമഴയുടെ ഒരു പേസിങ് ആവട്ടെ, ഈ അമ്മൂമ്മ കിളിയുടെ ഒരു പേസിങ് ആവട്ടെ, അപ്പുകുട്ട തൊപ്പിക്കാരാണ്, ഇതിലെല്ലാം ഈ കുഞ്ഞു കുട്ടി മുതൽ എല്ലാവർക്കും ഇത് കിട്ടും. വരി അങ്ങനെ വേണമെന്ന് പറഞ്ഞു തന്ന ആള് പ്രിയദർശൻ തന്നെ. അതായത് ഞങ്ങൾ ആദ്യം പാടിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞില്ലേ, കറുത്ത വെണ്ണയൊന്ന് പാടുന്ന പല്ലവി പാടിയപ്പോ അതിന്റെ 3ാമത്തെ വരി ഇങ്ങനെയായിരുന്നു: തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ. അത്ര നേരം ഇങ്ങനെ ആഹാ പറഞ്ഞിരുന്ന ആള് പെട്ടെന്ന് കണ്ണു പറഞ്ഞു, അതൊന്നുകൂടെ പാടിയേ. അപ്പൊ ഞാൻ ഇത് ആര് പാടുമെന്ന് കരുതിയാണ്. എനിക്ക് ഹാർമോണിയത്തിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഹാർമോണിയത്തിൽ ഇല്ല, പ്രിയദർശനും പാടും. അല്ല, പ്രിയദർശൻ MG ശ്രീകുട്ടനും പാടിക്കോളൂ. ശ്രീകുട്ടൻ മാത്രം പാടിയാൽ മതി കേരളത്തിൽ. എനിക്കും പാടാൻ പറ്റണ്ടേ? എന്നിട്ടാണ് പുള്ളി ഒരു വാക്ക് പറഞ്ഞത്, യുവർ കമ്പോസിഷൻ, ഏത് കമ്പോസിഷൻ ആയാലും സിമ്പിൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, നോവൽ ആയിരിക്കണം. 3 പദങ്ങൾ പറഞ്ഞത്. സിമ്പിൾ ആകാൻ നമുക്ക് സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അത് അട്രാക്റ്റീവ് ആവണമെന്നില്ല. അപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ട് പാട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് അയ്യേ ഇതൊന്നിനും കൊള്ളില്ല എന്ന് തോന്നിപ്പോകും. അപ്പൊ അതിനൊരു പുള്ളി ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് പറയാം. പുള്ളി അത്രയും ഡീപ്പ് നോളജ് ഉള്ള ആളാണെന്ന് പറയേണ്ട കാര്യം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ,
ഉണ്ടാക്കിയ ആള് മൊസാട്ടാണ്. മൊസാട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് സിംഫണീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. 33-36 വയസ്സിൽ മരിച്ചും പോയി. അതുണ്ടാക്കി കുട്ടികൾ കൊണ്ടുണ്ടാക്കിയപ്പോ ഇങ്ങനെ ഉണ്ടാക്കി ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ, അങ്ങനെ ഉണ്ടാക്കി. അതുപോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇത്രയുള്ള ട്യൂൺ പറഞ്ഞ് ഈ ഒരു ട്യൂൺ ലോകത്തിൽ എന്തോരം കുട്ടികൾ ജനിക്കുന്നുണ്ടോ അത്രയും പേർക്കുള്ളതാണ്. ഒരിക്കലും ഇത് നിന്നു പോകില്ല. അപ്പൊ അതിനൊരു നോവൽറ്റി ഉണ്ട്, പുതുമയുണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എന്നാൽ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് വരണ്ടേ, ഇത്തിരി ഗമകൊക്കെ കൊടുക്കാനാണ് പറ്റില്ല. അതാണ് അമ്മമ്മക്കളെ ഞങ്ങൾ വിഷമിച്ചു പോയത്. ഒന്ന് ഞങ്ങൾ പലതും ഉണ്ടാക്കി, കാലത്ത് പോലെ വൈകുന്നേരം വരെ എന്നൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൊള്ളാം എന്നൊക്കെ പറയും. ഒരു സന്തോഷമായി. രാത്രിയാവുമ്പോൾ പറയും ക്യാൻസൽഡ് എന്ന് പറയും. എന്നിട്ടാണ് അവസാനം അമ്മുമ്മക്കിളി വായാടി ഇങ്ങനെ ആക്കിയത്. ടങ് ടങ് ടെങ് 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 ടങ് ടങ് ടെങ് 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 താടി ടെങ് 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 അങ്ങനെയൊന്നും ഞങ്ങൾ സാധനം ഉണ്ടാക്കാറില്ല. ഇവിടെ ബലം പിടുത്തോളത് ഈ സാധനം ഞാൻ ഹാർമോണിയത്തിൽ വായിച്ചാണ്. അപ്പൊ ഞാൻ കരുതി അതൊക്കെ ഒരു സാധനല്ലേ, ഏറാമന്റെ സ്റ്റൈലിൽ സാധനമൊക്കെ ഉണ്ടാക്കാൻ ചീത്ത പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ. ആ ഹാർമോണിയത്തിൽ വായിച്ചു തന്നെ വേണം പറഞ്ഞു. അതാണ് പുള്ളിക്ക് ആവശ്യം. എന്നിട്ട് പുള്ളി ഗിരീഷ് എങ്ങോട്ട് പാടാ, എന്നിട്ട് അമ്മക്കിളി വായാടി, ഇത് ഫസ്റ്റ് ലൈൻ ഇത് ഓക്കെ, ബാക്കിയുള്ള എഴുതിയാന്ന് പറയും. അപ്പൊ അയാളെ സംബന്ധിച്ച് ഗിരീഷിനെ സംബന്ധിച്ചുള്ള ഒരു ഫുൾ പല്ലവി എഴുതാനാണ് പുള്ളിക്ക് താല്പര്യം. ഒരാൾ എഴുതിയതിന്റെ പുറകെ അത് കണക്ട് ചെയ്ത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രിയന്റെ അടുത്ത് അതൊന്നും നടക്കൂല. അമ്മമ്മക്കളി എന്ന് പറഞ്ഞ പുള്ളി പിന്നെ അമ്മ എന്നാണ് ഈ കല്യാണിനെ വിളിച്ചിരുന്നത്. അപ്പൊ കല്യാണിയുടെ പേര് അവിടെ വേണം, ഫസ്റ്റ് വാക്ക്. എന്നിട്ട് എന്താണ് അമ്മമ്മക്കളി വായാടി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അമ്മൂമ്മമാർക്ക് ഈ പേരക്കിടാങ്ങളൊക്കെ ശല്യം വരുന്നത്. അമ്മമ്മക്കളി വായാടി. അതുപോലെ അപ്പൊ കുട്ടാ തൊപ്പിക്കാര, പ്രിയൻ നിർബന്ധിച്ച് എഴുതിച്ചാണ്. അപ്പൊ കുട്ടാ തൊപ്പിക്കാര എപ്പോഴും തോന്നിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ആ പോർഷൻ ആഡ് ഓൺ ആവുകയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാട്ട് ഒന്നാം വട്ടം മുതലുള്ള പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെ, അത് ആലോചിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പ്രിയൻ നേരിട്ട് വിളിച്ചു. ഞാൻ എന്നെ ഐലൻഡില് മലബാർ ഹോട്ടലില് താജ് ഹോട്ടലിലുണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടാ എനിക്കിപ്പോ 2 ദിവസത്തേക്ക് ഫിലിമിന്റെ വർക്കുണ്ട്, BMNന്റെ വർക്കുണ്ട്, എറണാകുളത്താണ്. ഞങ്ങൾ കണ്ടിന്യൂസ് വർക്കാണ്. ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് 3 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ 3നും ഞങ്ങളുടെ വർക്കായിരിക്കും. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വർക്കുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ഒരു പണി, നീ ഒരു ദിവസം കൊണ്ട് തീർത്തിട്ട് നാളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊന്ന് വാ, എനിക്ക് അതിൽ കൂടുതൽ സമയമില്ല എന്ന് പറഞ്ഞു. അടുത്ത പടത്തിന്റെ ഒരു ഇതിനു വേണ്ടിയാന്ന്. ശരി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങളതുപോലെ നമ്മുടെ അസിസ്റ്റന്റിന് ജെർസനാൻ തന്നെ ട്യൂണൊക്കെ കൊടുത്ത് സംഗതി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതേപോലെ കഥയൊന്നും പറഞ്ഞു തരില്ല, നിങ്ങൾ പാട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെ അപ്പൊ നമ്മള് ഈ ട്യൂൺ പാടി കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു ഇത് നമ്മുടെ സിറ്റുവേഷനിൽ ഇല്ല, മാറ്റി വെക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് 3-4 പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പാട്ട് കൂടി വേണമെന്നുമ്പോഴത്തേക്കും എന്തുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യം ഓർമ്മ വന്നു. അപ്പൊ അത് ചേട്ടൻ പറഞ്ഞ കാര്യം ചെയ്യാം, ബുക്കിൽ വല്ലതും ഉണ്ടാ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ബുക്ക് വരുമ്പോഴത്തേക്കും 1-ാം വട്ടം 2-ാം വട്ടം 3-ാം അത് കൊള്ളാം. അപ്പൊ 1-ാം വട്ടം. അപ്പൊ പറഞ്ഞ ഗിരീഷ് കണ്ടപ്പം പെണ്ണിനെ കിണ്ടാണ്ടാന്ന് അപ്പൊ എളുപ്പമായി. ഇയാളുണ്ട്, ശ്രീകുട്ടനുണ്ട്. അപ്പൊ ഒരു പാട്ടായിട്ടാണ് തീർത്ത്. അപ്പൊ പക്കയായത്. പല്ലവി കഴിഞ്ഞു. അപ്പോഴത്തേക്കും പ്രിയം വന്നു. ഇങ്ങനെയൊക്കെ വല്ലതായെന്ന് ചോദിച്ചു. പറഞ്ഞ ഏതൊരു പല്ലവി ആയിട്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനല്ലേ പറഞ്ഞു ഇതിന് സിറ്റുവേഷൻ ഇല്ലാന്ന്, ഈ ട്യൂണ് സിറ്റുവേഷൻ. ഇത്ര നല്ല പാട്ട കിട്ടിയ പിന്നെ നമ്മള് സിറ്റുവേഷൻ ഉണ്ടാക്കല്ലേ, നമുക്ക് അവിടെ നിന്ന് അങ്ങനെ പെണ്ണിനെ ഇങ്ങോട്ട് ഓടിക്കുക, പ്രശ്നമായി, തീർന്നു. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇവിടെ ചെയ്തപ്പോഴത്തേക്കുമാണ് പിന്നെ ഓർക്കസ്ട്ര കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ നമുക്ക് ജിബ്രിഷിന്റെ കാര്യം വന്നത്. അതിനോടൊക്കെ തുടങ്ങണത് എങ്ങനെ വേണമെന്ന് വെച്ചപ്പോഴത്തേക്കും ഇന്നൊരു തന്നെ പറഞ്ഞു, പ്രിയൻ തന്നെ പറഞ്ഞു നമുക്ക് അപ്പ കുട്ട വെച്ച് തുടങ്ങാം. അപ്പ കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം. അത് പാടാൻ വേണ്ടി ആദ്യം വേറൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് വന്നത്, വലിയൊരു റെക്കമെൻഡേഷനിൽ. പക്ഷെ അവർക്ക് ഈ
അപ്പൊ കുട്ടാത്തം ആ, അത് വരണ്ടേ. കിട്ടുന്നില്ല. ഒന്നാം വട്ടം കണ്ടപ്പം നടിയുടെ പേരെന്തായിരുന്നു? പൂജാഭദ്ര. പൂജാ ഭദ്ര. ഒരു തെറിപ്പത്തി പെണ്ണാണെന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അപ്പൊ ജിൽജിൽ പെണ്ണാണ്. അപ്പൊ ജിൽജിൽ പെണ്ണായിട്ട് തോന്നണം പാടുമ്പോഴും. അതാണ് വലിയൊരു കാര്യമുള്ളത്. ഗായകർക്കാണെങ്കിലും ഓർക്കസ്ട്ര വായിക്കുന്നവർക്കാണെങ്കിലും മ്യൂസിക് ഉണ്ടാക്കുന്നവർക്കും ലിറിക് ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഒരു പാട്ടിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ പാട്ട് ക്യാരക്ടറുടെ സ്വഭാവമൊക്കെ വെച്ചിട്ട് അതിനോട് ചേർന്ന് വേണം പോകാനായിട്ട്. തെറിച്ച പെണ്ണാണെങ്കിൽ തെറിച്ച പാട്ടായിരിക്കണം. മെലഡിയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിക്കോട്ടെ. പിന്നെ പാടുമ്പോഴും അത് അവതരിപ്പിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ വേണം. അപ്പൊ ഒന്നാം വട്ടം കണ്ടപ്പം അതിന് പകരം അവര് പാടിയത് ഒന്നാം വട്ടം കണ്ടപ്പം പോയി ഒരു അമ്പലപ്പാട്ടായി പോയി. അതെന്തോരം ചെയ്തിട്ടും മാറണില്ല. പിന്നെയാണ് ചിത്രങ്ങൾ വരുമ്പോഴത്തേക്കും 10 മിനിറ്റ് കൊണ്ട് പാടിപ്പോയി. അപ്പൊ കുട്ടാ തൊപ്പ് അതൊക്കെ കറക്റ്റ്. അത് തന്നെ ചിത്രയൊക്കെ ഇത്ര നാള് പിടിച്ചേക്കണെന്ന് വെറുതെ അല്ല. എഫർട്ട് മാത്രമല്ല, ജന്മവാസന, പിന്നെ ഭാവന, ഇതാണ് എന്റെ സംഭവം. വിഷ്വല് കണ്ടുകൊണ്ട് പാടാൻ പറ്റുന്ന ഒരു അവസ്ഥ. അത് ഉണ്ടാക്കിയെടുത്താലേ പാട്ടുകാർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മളിതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മളുടേതായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർക്കസ്ട്ര ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോഴും പ്രിയന ഉണ്ടായിരുന്നു അവിടെ. അവര് മുറിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മള് എന്നൊക്കെ പറഞ്ഞൊരു വയലിന്റെ അതൊക്കെ ഉണ്ടാക്കി വേറെ ഒരു ബിറ്റിട്ട് ഞാനെന്താ പറഞ്ഞു അത് വേണ്ട നമുക്ക്. പ്രിയൻ പറഞ്ഞു ആ സ്ഥാനത്ത് ഒരു ജിബ്രിഷ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ജിബ്രിഷ് എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ എന്താണ് ചേട്ടാ ജിബ്രിഷ് എന്ന് പറയുമ്പോഴത്തേക്കാണ് പറഞ്ഞത്, ഏതോ ഒരു അന്യ ഭാഷയാണെന്ന് തോന്നത്ത വിധത്തിൽ നമ്മൾ സ്വന്തമായിട്ടൊരു കള്ള ഭാഷ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നല്ലൊരു അട്രാക്റ്റീവ് ട്യൂൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഇഷ്ടപ്പെടും. അങ്ങനെ ലോകത്തിന്റെ പല ഭാഷകളിലും ഈ ജിബ്രിഷ് ഉണ്ട്. ഇംഗ്ലീഷിലുണ്ട്, പലയിടത്തും ഉണ്ട്. നമുക്കത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഉണ്ടാക്കടാ ഗിരീഷ് എന്നിട്ട് പുള്ളിക്ക് ജിബ്രിഷ് മുന്നിൽ ഒന്നും പറ്റില്ല. ചേട്ടാ എനിക്ക് പറ്റില്ല ഈ പണി എന്ന് പറയും. എന്നാ ഇങ്ങോട്ട് വാ ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കിയതാണ് കൊന്നരി കൊന്നരി കോനാരി നക്ക് നക്കിരി നക്കോര് നക്കര നാക്ക് ചക്കോരേ. അവര് ആ ഒരു സ്റ്റൈലിൽ പാടണം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഗാനങ്ങളൊക്കെ കൊന്നരി കൊന്നരി എന്നൊക്കെ പറയുമ്പോ ചിരി വരും. മലയാളം വാക്ക് പറഞ്ഞ പോലെ തന്നെ പറയും. ജിബ്രിഷാന്ന് പലർക്കും മറ്റു ഭാഷ ഏതൊരു ഭാഷ എല്ലാവരും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു മൊസാട്ടിനെ കോട്ട് ചെയ്ത് പറഞ്ഞ പോലെ അങ്ങനെ വളരെ സിമ്പിൾ ആയി കൊടുത്ത പാട്ടായി തോന്നിയിട്ടുണ്ട് ഈ നമ്മുടെ പ്രിയത്തിലെ പാട്ട് കട്ടുറുമ്പിന് കല്യാണം. അല്ല അതാണ് പറഞ്ഞത്, പ്രിയൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. എല്ലാ കമ്പോസിഷനും നിങ്ങളുടെ കമ്പോസിഷൻ പ്രത്യേകിച്ചും അട്രാക്റ്റീവ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, നോവൽ ആയിരിക്കണം. ആ ഒരു മെത്തേഡ് പിടിച്ചിട്ടാണ് കട്ടുറുമ്പിന് കല്യാണം അതില് ഈ പറഞ്ഞ കുഞ്ഞു പിള്ളേരാണ് പാടുന്നത്. അതിനൊരു റൈമിന്റെ സ്വഭാവം ഉണ്ട്. അതെ അതെ, കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി അങ്ങനെയല്ല കൊടുക്കാൻ പറ്റും. അതെ 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 അതെ. അങ്ങനെ ഈ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ശരിക്കൊരു പാട്ട് കമ്പോസ് ചെയ്യുന്നതില് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന പാട്ടുണ്ടാക്കുക എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. അതോ ഈ പറഞ്ഞ അത്രയും സംഗതികൾ കാര്യങ്ങളായിട്ടൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഞങ്ങൾ അതുപോലെ ടഫ് ആയിട്ടുള്ള പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ചെസ് എന്നുള്ള സിനിമയിൽ, ചെസ് എന്നുള്ള സിനിമ ആലുവ ദിലീപിന്റെ ഗസ്റ്റ് ഹൗസിലാണ് കഥ കേൾക്കുന്നത്. അപ്പൊ അവിടെ കഥ കേട്ടപ്പോഴത്തേക്കും എൻ്റെ അത് നമ്മുടെ CB ഉദയം പറഞ്ഞ് ഇത് ദിലീപ് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഡാൻസ് ചെയ്ത് യുവജനോത്സവത്തിന് ഫസ്റ്റ് ചന്തം മേടിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചാൽ ഒരു സെമി ക്ലാസിക്കൽ നമുക്ക് തീർക്കാല്ല നീന്തിരിക്കുന്നത്. പക്ഷെ ചേട്ടന് കുറച്ച് ഭാഷകൾ കൂടുതലാണ്. പുള്ളി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞാ ഈ ഒരു ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭം നമുക്കല്ല കിട്ടുന്നുണ്ട്. സാധാരണ രവീന്ദ്രൻ മാഷിന് കൊടുക്കേണ്ടതാണ്. അത് ആൾക്കാർ പറയും നമ്മൾ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇത് അവർക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്. രവീന്ദ്രൻ മാഷുള്ളപ്പോൾ അവർക്ക് കൊടുത്താൽ പോരെ എന്ന് പറയിപ്പിക്കരുത്. നമ്മളതുകൊണ്ട് മാക്സിമം നോർമലായിട്ടുള്ള രാഗം പിടിക്കാണ്ട് എന്തെങ്കിലും ആളുകൾക്ക് ഒരു പിടുത്തം കിട്ടാത്തൊരു രാഗത്തിലേക്ക് പോകണം. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണമെന്നാണ് പിന്നെ നമ്മളതിനെ ചിന്ത. അപ്പൊ ഒരു രാഗം 46ാമത്തെ രാഗം ബഹുമാരണി. ബഹുമാരണി അല്ല, ഷഡ്വിധ മാർഗണി. മേടകർത്ത രാഗത്തില് 46ാമത്തെ അതിൽ ചെയ്യാന്ന് കരുതി. പക്ഷെ ചെയ്തു വരുമ്പോ ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം ഇതേ പറഞ്ഞുള്ളൂ. പാ വരുന്നില്ല, പാ അതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു പാ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാ ഇല്ലാണ്ട് ട്യൂൺ ചെയ്ത് തീർക്കാം. പക്ഷെ ഈ രാഗത്തിന്റെ പേരറിയണ്ടേ.
അന്നിപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ബുക്കുകളൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് ദാസേട്ടൻ തന്നെ പാടാൻ വേണം, ദാസേട്ടൻ്റെ കൂടെ ഉണ്ടായില്ലെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പാട്ടെല്ലാം ചെയ്ത് എൻ്റെ ജതിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ദാസേട്ടനെ വിളിച്ചു, ചേട്ടൻ വിളിച്ചു. ജയമ്മ എന്ന സിസ്റ്റർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നുണ്ടല്ലോ, ജയമ ചേച്ചനെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ ദാസേട്ടൻ ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. ആ അതെ, എന്നാൽ ശരി, എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് കരുതി. ദാസേട്ടൻ ഇല്ലാന്ന് പറയുമ്പോൾ തന്നെ ഈ പാട്ടിൻ്റെ പകുതി ഗ്യാസ് കഴിഞ്ഞു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ദാസേട്ടൻ ഇങ്ങനെ വിളിച്ചത്, ചേട്ടന് എന്താ എന്നെ വിളിച്ചത് കേട്ടല്ല എന്ന് പറഞ്ഞു. ദാസേട്ടനോട് പാട്ട് പഠിക്കാൻ വേണ്ടി. ദാസേട്ടൻ അവിടെ പോയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പാട്ട് പഠിക്കും. അതെന്താണ് എപ്പോഴാണ് പാടേണ്ടത്, ദാസേട്ടൻ്റെ അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞു. ഒരു ട്രാക്ക് ഇട്ട് പഠിച്ചോ, ഷൂട്ട് ചെയ്തോ, ഞാൻ കറക്റ്റായിട്ട് അതുപോലെ തന്നെ പാടിയേക്കാന്ന് പറഞ്ഞു. ഇത് അങ്ങനത്തെ പാട്ടല്ല, ഇത് സെമി ക്ലാസിക്കലാണ്, മറ്റാണ്. അതിൻ്റെ മൊത്തമുള്ള രാഗമൊന്നും നമുക്കറിയാൻ പാടില്ല, രാഗം പറഞ്ഞു തരും. അത് ഞാൻ പറഞ്ഞുതരാം, അത് നോട്ടുകൾ പറ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചേട്ടൻ ഇതാണ്, അതാണല്ലേ, ഓ അപ്പം അത് നോക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് കമ്പ്യൂട്ടറിൽ ഒന്ന് ഓൺ ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു. ഓൺ ചെയ്തിട്ട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു ബഹുമാരണിയാണ്. അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, കരാളാധാരി. അതാണ് അവരുടെയൊക്കെ ജ്ഞാനം എന്ന് പറയുന്നതാണ്. മ്യൂസിക്കിൽ വെറുതെ പാടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് വേണമെങ്കിലും. ഇപ്പോഴും 87ാമത്തെ വയസ്സാണെങ്കിലും എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കും, പുതിയ പുതിയ രാഗങ്ങൾ, കൃതികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടാണ് എന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് മെലഡി ഉണ്ടാക്കാൻ നല്ല ടഫാണ്. അവന് നിങ്ങളാകുമ്പോൾ എന്തെങ്കിലും കാണിക്കായിരിക്കുമല്ലോ. ചന്തം കാളിന്തിനാദം ഗോപി സംഗീതം നെഞ്ചം തേനോറും പോലും രാധാസംഗാപം തനി തനി താനി താന താനി തനി തനി താനി നാന തനന 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 താനിരന നിന്നനനീ ചന്ദൻ കാളിന്തി നാളം ഗോപി. ഇതാണ് എന്റെ ഏറ്റവും സിംപ്ലസ്റ്റ്. ഞങ്ങളുടെ കടപ്പട കൂടിയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ പാട്ടുകൾ തലമുറകളും താണ്ടി നിലനിൽക്കുന്ന പറയുന്ന പോലെ തന്നെയാണോ നിങ്ങളിപ്പോ ക്രിയേറ്റേഴ്സ് അത്ര തന്നെ പാട്ടുകളിലൊപ്പം തന്നെ ജേണി? എത്ര വർഷം ഇപ്പൊ ഞാനും 2 മക്കളുമാണ് എന്റെ കൂടെ ഇങ്ങനെ ക്രിയേഷൻ. ഇന്നും ഉണ്ട് എന്റെ കമ്പോസിഷൻ. അതിന്റെ ഒരു പാട്ട് 2 പാട്ട് പുറത്തിറങ്ങി. വടക്കൻ തേരോട്ടം, ഒരു വടക്കൻ ധ്യാൻ ശ്രീനിവാസൻ, പിനുരാജാണ്. നമുക്ക് പാട്ടൊക്കെ നന്നായി വന്നിട്ടുണ്ട്, പക്ഷെ പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാനതൊരു നമ്മൾക്കൊരു ബേണി ആൻഡ് ടാൻസന്റെ ഒരു ബൂസ്റ്റ് ആയിരിക്കും. അത് അരങ്ങേറ്റം കൂടിയാണ്, ഞങ്ങൾ 2 പേരും കൂടി, അപ്പനും മകനും. ഈ നമ്മളിപ്പോ ഈ ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ടുള്ള കോംബോ അല്ലെങ്കിൽ എസ് രമേശ് നായരായിട്ടുള്ള കോംബോ ഒക്കെ പറയുന്ന പോലെ തന്നെ BR പ്രസാദ് ആയിട്ടുള്ള കോംബോ ഭയങ്കര ബ്യൂട്ടിഫുൾ, വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ. അതിൽ പ്രത്യേകിച്ച് വെട്ടത്തിലെ പാട്ടുകൾക്ക് അത് ഓരോ പാട്ടും ഓരോ കാറ്റഗറി വെക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് BR പ്രസാദ് ആയിട്ട് കൂടിയപ്പോ അത്ഭുതം തോന്നിയത് രചനയിൽ മാത്രമല്ല, പുള്ളിക്ക് സംഗീതത്തിൽ അപാര വിവരമുണ്ട്. പുള്ളി രാഗങ്ങൾ ഏത് രാഗം ചോദിച്ചാലും അപ്പൊ തന്നെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയും. ഒരു കമ്പ്യൂട്ടറാണ് ആ കാര്യത്തിൽ. പുള്ളിക്ക് പാടാൻ അറിയില്ല, പക്ഷെ സയൻസ് ഓഫ് മ്യൂസിക്, കർണാട്ടിക് സയൻസ് ഓഫ് മ്യൂസിക് ഗംഭീര അറിവാണ്. അത് ഞാൻ കുറെ പുള്ളിയുടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് ഉടക്ക് രാഗം പറഞ്ഞാലും അപ്പൊ തന്നെ പുള്ളി ഇന്നതാണ്, അതിനാണ് അത് ക്രാക്ക് ചെയ്യാൻ അറിയാം. അതൊരു പ്രത്യേക കഴിവുണ്ട. പക്ഷെ പുള്ളിക്ക് പാടാനുള്ള കപ്പാസിറ്റിയും ശബ്ദത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി വലിയൊരു ഗായകനായി ഉണ്ടായിരുന്നു, അല്ല മ്യൂസിക് ഡയറക്ടർ. അതിനു വേണ്ടി നല്ലൊരു കവിയും ഗാനരചയിതാവൊക്കെ ആയി. ഇതില് ഒരു കാതിലോല, അതിന്റെ ഇപ്പൊ പറഞ്ഞ ആ ഡ്രാമ സെറ്റിംഗ് നല്ലതാണല്ലോ. വരുന്നു, മുറിക്കകത്ത് അവിടെ ഇരിക്കുന്നു, അവിടുന്ന് 2 പേര് മൂളാൻ പറയുന്നു, ക്യാരക്ടർ മൂളുന്നു, പുള്ളിക്കാരി വന്ന് കേൾക്കുന്നു. അപ്പോ ടോട്ടലി നമ്മൾ ഇന്നായിട്ടാണ് പാട്ടിലോട്ട് കയറുന്നത്. അത് ശരിക്കും കോമ്പോസിഷൻ സമയത്ത് ഒരു ബ്രീഫും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചൊക്കെ തന്നായിരുന്നു, ഒരുപാടൊന്നും തന്നെ അത്രയും കിട്ടിയതന്നെ. അതെ, എത്ര കിട്ടിയതിന്റെ ഭാഗം. പുള്ളി ആദ്യം തന്നത് ഇന്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള പോർഷൻ, അങ്ങോട്ടുള്ള പോർഷൻ എല്ലാം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് തന്നത്. ഓ, മനസ്സിലായി. തലച്ചോറും മറിച്ചിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാമത് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കാനുള്ള കാരണം ഷാഫിയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഫിയുടെ പുലിവാൽ കല്യാണത്തിന്റെ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പശ്ചാത്തല സംഗീതത്തിന്റെ RRന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് അടുത്ത ആഴ്ച ഇത്രാം തീയതി പോലെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പ്രിയദർശൻ വിളിക്കുന്നത്. പ്രിയദർശൻ വിളിച്ചിട്ട് പറഞ്ഞ്, ബേണി ഇഗ്നേഴ്സെ എന്നെ ഹെൽപ്പ് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഈ വർക്ക് തീർക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ
പുലിവാൽ കല്യാണം ഷാഫിയുടെ പടത്തിൻ്റെ RR ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അയാളൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയും ചോദിച്ചിട്ട് അത് അയാളോടൊന്ന് സമ്മതിപ്പിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അയാളോട് പോയി ചെന്നപ്പോൾ ഷാഫി പറഞ്ഞ്, എന്തൊരു ചോദ്യം ഇത്, നിങ്ങൾക്കൊരു ലൈഫ് വന്ന ആളാണ് പ്രിയദർശൻ, അപ്പം എന്നെ ഒന്നും നോക്കണ്ട. നമ്മളതല്ല, നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് ചോദിച്ചിട്ട് ഇത്ര കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ അങ്ങോട്ട് പോകണത് ശരിയല്ല, നിങ്ങൾ സമ്മതിച്ചാലേ പോകുള്ളൂ, ബാക്കി എന്തുണ്ടെങ്കിലും നമുക്കത് ബാക്കിയുള്ള കാര്യം. ഒരു കുഴപ്പമില്ല, ഞാൻ റിലീസ് ഡേറ്റ് മാറ്റി വെക്കാൻ, ഇതിന് വേണ്ടി പടത്തിന്റെ റിലീസ് ഡേറ്റ് തന്നെ മാറ്റി വെക്കും, നമുക്കത് നോക്കണ്ട, നിങ്ങൾ പോയി സമാധാനമായിട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ റീ റെക്കോർഡിങ്ങും ഈ പാട്ടിന്റെ കുറെ ബിറ്റ്സും ഒരുമിച്ച് ലാൽ മീഡിയയിൽ എടുത്ത് കുറെ സമയം റീ റെക്കോർഡിങ്, കുറെ സമയം ഇവിടെ ഇത് ചെയ്യും, പാട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്താണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ലാലിനോട് ഷാഫിനോട് ആ ഒരു കടപ്പാടുണ്ട്, പെട്ടെന്നുള്ള സിനിമയും ചെയ്യാൻ പറ്റിയത്. ഈ സ്പെസിഫിക്കലി ഈ കാതിലോരുടെ കാര്യം പറയായിരുന്നു, അതിൽ പക്ഷെ ആ പാട്ടിന്റെ ഉറപ്പായിട്ടും നിങ്ങൾ കാണുന്ന വിഷ്വൽ എന്താ പറഞ്ഞാൽ എനിക്ക് കൊള്ളാന്നുണ്ട്. കാരണം ഇയാളെ നാട് പരിചയപ്പെടുത്തുന്നു, ഇയാളുടെ സമയത്ത് ഏറ്റവും ഹാപ്പി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിഷ്വൽ ഒന്നും കണ്ടില്ല, ഞങ്ങൾ വെറുതെ ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോൾ ഇത് കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ MG ശ്രീകുമാറാണ് കാതിലോല നമ്മൾ ആദ്യം ഫസ്റ്റ് ഇട്ടതൊരു കല്യാണി രാഗത്തിലെ കീർത്തനായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തന്നെ അതേ കുടുംബത്തിൽപ്പെട്ട ഒരു ശുദ്ധസാരംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു രാഗത്തിനെ നമ്മൾ പിടിച്ചത്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, അത് കിട്ടാൻ വേണ്ടിട്ട് അവരുടെ എത്താനാണ് കല്യാണി തുടങ്ങിയത്. ഒരു കാതിലോല ഞാൻ കണ്ടില്ല, ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാ കിളിയെ ഓർത്തില്ല, അകലേ ഈ നാട് റാണിയായി തോന്നിയില്ല, പുഴ തോഴി എന്ന പോൽ തോന്നിയില്ല, ഇതിരാലോല എന്നോർത്തിയില്ല, പലമാ തിരയിളകിയ മാറിൽ നേരിയതാൽ അരയിതിലൊരു ഞാണലുക്കിലാൽ നുരചിതറിയ നൂപുരങ്ങളാലേ കോഴി നീയൊരുക്കുന്നു ഒരു ദേവിയായ ഗ്രാമത്തെ, ഞാനിതിന്റെ തീരത്തെ വനഗോപപാലനാകുന്നു, പൊനുചാരു ചില്ലയിൽ പൂക്കളും പുതുതേൻ നുകർന്നു പൂമ്പാറ്റയും, പനി നീർ തണുപ്പെടും കാറ്റിനിമ്പവും രാഗാലാപവും, ഒരു കാതിലോല ഞാൻ കണ്ടില്ല. അടിപൊളി. ഈ ഇങ്ങനെ പാട്ടുകള് ഭയങ്കര ഹിറ്റാവുന്നു, ആളുകൾ ഈ പാട്ടുകളെ പറ്റി വാദോരാതെ വർണ്ണിക്കുന്നു, കാണുമ്പോൾ വന്ന് നേരിട്ട് പറയുന്നു. ശരിക്കും ഇതിന്റെ ഒരു ഹൈ ഉണ്ടല്ലോ, ക്രിയേറ്റർ എന്ന രീതിയിൽ അങ്ങനെ ഒരു ഹൈ കൊണ്ട് നടക്കുന്ന ആളാണോ, അത് ഇതിലൊന്നും ഭയങ്കരമായിട്ട് അഭിരമിക്കാതെ വളരെ നോർമലി സന്തോഷത്തിൽ മാത്രം ഒതുക്കി? അല്ല, ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ തന്നെ പറയണത് കൈയടിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമ്പോഴാണെങ്കിലും നന്നായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ളതിലൊരു സന്തോഷം തോന്നും. പക്ഷെ ഞാനപ്പം തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കും, എന്നെങ്കിൽ നമ്മുടെ കഴിവൊന്നും അല്ല ഇത്. അങ്ങനെ കഴിവുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തി തന്നെ. നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഇപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി നാളെ ഞാൻ താഴ്ത്തോട്ടാണ് മുകളിലേക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് ആവശ്യമില്ലാണ്ട് കിടന്ന് ആർമാദിക്കണം എന്ന് എനിക്ക് ആലോചിക്കാറുണ്ട്. പക്ഷെ പരിശ്രമിക്കും, പറ്റാവുന്നത്ര. ഞാൻ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി പല പല ഉപകരണങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ നമ്മൾക്ക് കിട്ടിയ അറിവുകൾ ഞാൻ ഡെയിലി പഠിക്കുന്നുമുണ്ട്, പല പല കാര്യങ്ങൾ. അത് ഹിന്ദുസ്ഥാനിയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ പഠിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ പഠിപ്പിക്കൽ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നതും. പിന്നെ പഠിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആനന്ദം അതിന് വേറെ ഒന്നിനും കിട്ടാറില്ല, മനസ്സിലായില്ലേ? അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോ കാര്യം സംഗീതം ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് എൻ്റെ ഓരോ ഘട്ടങ്ങളും, അതായത് നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടമാണ് കൂടിയാലോചനയും, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ലിറിക് ആണെങ്കിൽ ലിറിക് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓർക്കസ്ട്ര എന്തൊക്കെ ചെയ്യാൻ പറ്റും, റെക്കോർഡിങ്ങിനോടെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും ദൈവമേ നന്നാക്കി തരണേ എന്ന് പറഞ്ഞ് അവസാനം മിക്സിങ് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഡ്യൂസർക്കും കൂടെ ഇത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഇത് ഞാൻ കലക്കും എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 100 ആൾക്കാർ ഒരുമിച്ച് നമ്മളെ പുകഴ്ത്തിക്കൊണ്ടിരുന്നാലും നമ്മൾക്ക് അങ്ങനെ അത്ര വലിയ സന്തോഷം തോന്നാറില്ല. സന്തോഷമുണ്ട്, പക്ഷെ എന്ന് കരുതി നമ്മൾ അപ്പൊ ഞാൻ ആരൊക്കെയായി എന്ന് പറഞ്ഞിരുന്ന അടുത്ത നിമിഷം
അത് ചെറുപ്പത്തിലെ പോലെ എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇതായിരിക്കും അവിടെ. എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കലാഭവൻ്റെ ഒരു പ്രോഗ്രാം പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം പോകണം. അപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവനിപ്പോൾ നന്നായിട്ട് വായിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലല്ല, അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞിട്ടായിരിക്കും തന്നെ, ഇന്ന് എൻ്റെ വായന പോയി, ശരിയായില്ല, കല്ലടിച്ച് പ്രശ്നമായി. അപ്പം തന്നെ പറയും, അപ്പം തന്നെ അമ്മച്ചി ആരും പറഞ്ഞില്ലേ നീ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞില്ലടാ അന്ന് ചേട്ടന്മാർ. അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സംഗതി നമ്മുടെ കയ്യിലല്ല ഈ സാധനം. അതങ്ങനെ നല്ല ബോധ്യം വന്നിട്ടുണ്ട്. ഈ അല്ല ഞാൻ ഇപ്പൊ ഈ കാതിലോലൊക്കെ പറയുന്ന സമയത്ത് ഇതിന്റെ തന്നെ ഒരു പാത്തോസ് വേർഷൻ പോലെയാണല്ലോ ഈ മഴത്തുള്ളി നനഞ്ഞു വീഴുങ്ങി നാടൻ വഴി. അത് കുറച്ചും കൂടെ ഇതേ ഇമോഷൻ തന്നെ വേറൊരു വേർഷൻ, വേറെ രാഗം കംപ്ലീറ്റ്ലി. ഇത് ഇവരുടെ ലൈഫിൽ നോക്കുമ്പോൾ സെപ്പറേഷൻ പോയിന്റ് അങ്ങനെയൊക്കെ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലത്തെ കല്യാണം എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ മുകളിൽ ഏറ്റവും ഹാപ്പി സിനിമ തന്നെ ഗിയർ മാറുന്നത് ആ പാട്ടിലൂടെയാണ്. ഇല്ലത്തെ കല്യാണത്തിന്റെ തൊട്ട് മുമ്പ് എന്നെയും ചേട്ടനെയും കൂടി പ്രിയനെ വിളിച്ച് ഒരു തെങ്ങിന്റെ ഒട്ടിക്കൊണ്ട് നിർത്തിയിട്ട് വർക്കലയിലായിരുന്നു റിസോർട്ടിൽ. ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നു. എന്താ ചേട്ടാ, തേന്മാവൻ കൊമ്പത്ത് പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ചന്ദ്രലേഖയും അതേപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിനേലും ഹിറ്റാണോ ഇത്? സത്യം പറഞ്ഞാൽ വലിയൊരു ഭാരം തല കയറിയ പോലെ പോയി. ഇതിന്റെ മുകളിൽ നമ്മളിനി എന്ത് ചെയ്യാനാണ് എന്നാണ് തോന്നലായിപ്പോ. പക്ഷെ കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ട്യൂണൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്നും അങ്ങോട്ട് തൃപ്തിയായില്ല. രാത്രി കിടക്കാൻ മുമ്പാണ് എൻ്റെ ഒരു ബിറ്റ് ഉണ്ട്, ഗിറ്റാറിൽ വായിച്ചാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കീബോർഡിൽ വന്ന് ഇത് സൂപ്പർ ആയിട്ടുണ്ട്, ഇതിനെ പിടിച്ചൊരെണ്ണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തപ്പോഴാണ് ഇന്നത്തെ കല്യാണത്തിന് ട്രെയിൻ മനസ്സിൽ കണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തത്. ശരിക്കും ഒരു ട്രെയിൻ യാത്രയില് കഥ തുടങ്ങുന്നു, അടുത്ത ട്രെയിൻ യാത്രയില് പടം തന്നെ മാറുന്നു. അത് ഒരു എനിക്കൊന്ന് വ്യക്തമാളുകൾ ഓർത്തിരിക്കുന്നതിൽ ഹ്യൂമർ എന്തൊക്കെ പറഞ്ഞാലും പാട്ടുകൾക്കുള്ള സ്ഥാനം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണെന്ന് തോന്നിയിട്ടുണ്ട് പ്രേക്ഷകർക്ക്. അതെ, അപ്പൊ ഞങ്ങൾക്ക് ഇനിയും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കൂടാൻ പറ്റട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും കൂടാൻ പറ്റട്ടെ. ഈ അവസാനമായിട്ട് ഇത് കൺക്ലൂഷൻ പോയിന്റിലോട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട നായക നടന്മാരുടെ സിനിമകൾക്ക് അപ്പുറം തന്നെ ഇപ്പോ ശ്രീകൃഷ്ണപുരം നക്ഷത്രത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ അമ്പിളിപ്പുമാരനോ അങ്ങനെ വളരെ കൈൻഡ് ഓഫ് നമുക്ക് എവിടെയോ ഫോക്കാണെന്ന് തോന്നാം ലിറിക്കലി, എന്നാ ഒരു ഫങ്കി ടോൺ ഉണ്ട് ആ പാട്ടിന്. അത്തരം പാട്ടുകൾ അറബിക് ടച്ച് ഉണ്ട്. അതൊരു അതൊക്കെ ശരിക്ക് ഇനിയും കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പറഞ്ഞപ്പോഴത്തേക്കാണ് അറബി പടം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങൾ ഒരു മാസത്തേക്ക് മലയാള സിനിമകൾ ഒന്നും കാണേ അല്ലെങ്കിൽ മലയാള പാട്ടുകൾ കേൾക്കേ ചെയ്തില്ല, മൊത്തം അറബി. അന്ന് ഇതേപോലെ യൂട്യൂബ് ഒന്നും ഇല്ല. പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് കിട്ടാവുന്ന കളക്ട് ചെയ്തിട്ട് ആ മൂടായിരുന്നു. നമുക്ക് കുവൈറ്റിൽ പോയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറബി പാട്ടുകളൊക്കെ ചെയ്യേണ്ടത് അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ ഒരു മന്ത്രി ആണ് എഴുതി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷെ മന്ത്രിയും ആ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. അങ്ങനെയാണ് കുവൈറ്റിലെ ആദ്യത്തെ ഒരു ഫിലിമായിട്ട് മാറിയാന്. വലിയ സംഭവങ്ങളായിട്ട് ഗൾഫ് മൊത്തം മാർക്കറ്റ് ചെയ്യണമെന്നുള്ള അവസ്ഥയിലൊക്കെ വന്നതാണ്. അത് പോയി. ശരിക്ക് വേണിച്ചേട്ടൻ്റെ ആ സമയത്തൊക്കെ ഇപ്പൊ നമ്മൾ നിങ്ങളെ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്ന മ്യൂസിക്, ഇപ്പൊ ദേവരായ മാസ്റ്റർ പറഞ്ഞു, അല്ലാതെ ബാബുക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു മ്യൂസിക്കൽ ടേസ്റ്റ്, ഫോളോ കേട്ടിരുന്ന പാട്ടുകള്? അല്ല, ഞങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. ബാബുക്കെ ആയാലും സാമി ആയാലും രാഘവൻ മാഷ് വളരെ തൊട്ടടുത്താണ്, ഒരു ഫാമിലി ബന്ധമാണ്. ദേവരായ മാസ്റ്റർ എല്ലാവരും, MBS അർജുനൻ മാഷ് എല്ലാവരും. പക്ഷെ അതിന്റെ മുകളിൽ ഓർക്കസ്ട്രക്ക് വേണ്ടിയും ചില പാറ്റേൺസിനെ വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് സലീൽ ചൗധരി. ഒരു സ്പെഷ്യൽ സംഭവം. അതായത് ബംഗാളി ആണെങ്കിലും മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങളൊക്കെ മദ്രാസിൽ ചെറുപ്പത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ മ്യൂസീഷ്യൻസ്. അതായത് തലേദിവസം ഇതുപോലെ നോർമൽ മലയാള റെക്കോർഡിങ് കഴിഞ്ഞത് സലീലിന്റെ പാട്ട് വരുമ്പോഴത്തേക്കും ആ പ്രദേശം മുഴുവൻ മ്യൂസീഷ്യൻസ് ആയിരിക്കും എല്ലാവർക്കും അവിടെ. അപ്പോഴും ഈ സിംഗിൾ ട്രാക്ക് റെക്കോർഡിംഗ് ആണ്, പക്ഷെ പുള്ളി ഇതെല്ലാം കേൾപ്പിക്കും. അത്രയും ജ്ഞാനസ്ഥനാണ് ആ കാര്യത്തിലൊക്കെ. ഇപ്പോഴും അതേ തന്നെ നമുക്ക് പാട്ടുകൾ പല്ലവി കഴിഞ്ഞിട്ട് BG വരുമ്പോഴത്തേക്കും അതെന്തോ ഒരു പ്രത്യേകതയാണ്, അത് നമ്മൾ ഓർത്തിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഓണപ്പാട്ടുകളൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ ഓർക്കസ്ട്രയൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും സലീൽദ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുമായിരുന്നു. അവസാനമാണ് അത് മനസ്സിലാക്കിയിട്ടാണോ ഇല്ലാന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങള് രഥോത്സവം എന്നുള്ള പാട്ടിന്റെ ഒരു താരാട്ട് പാട്ട് പോലത്തെ ഒരു പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിച്ചു AVMCയിൽ. AVM എന്ന് പറഞ്ഞാൽ വലിയൊരു ഏക്കർ കിടക്കുന്ന സ്ഥലമാണ്. AVMC, AVMG, AVME ഇങ്ങനെ.
പ്രസാദ് AVMന്റെ ഒരു കോംപ്ലക്സ് എന്തൊക്കെ ഉണ്ട്. അപ്പം അതിൽ AVMCയിൽ ബാബു എന്ന് പറഞ്ഞ ആൾ റെക്കോർഡിസ്റ്റ്. ഞങ്ങളുടെ പാട്ട് റെക്കോർഡ് ചെയ്ത് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ദാസേട്ടൻ നല്ല സന്തോഷിച്ചൊക്കെ ഇരുന്ന് എന്നിട്ട് ബാബു ഇന്നലത്തെ പാട്ടെന്നിട്ടേ എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ദാസേട്ടൻ പാടി പോയ പാട്ടാണ്. അപ്പം അതിപ്പോൾ തന്നെ ഇടാന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു, വേണി ഈ കസേരയിലിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എന്താണ് ഈ കസേരയൊക്കെ പ്രത്യേകത. അപ്പം എന്നാലും ഞാനിരുന്നു, ദാസേട്ടനല്ലേ പറഞ്ഞത്. പാട്ട് കേട്ടപ്പോൾ ഞാൻ കാതിൽ തേൻ മഴയാ താരേ താരേ ആ വലിയ സ്പീക്കർ കേട്ടപ്പോഴേ രോമാഞ്ചം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ തലേതാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ പുള്ളി നല്ല ആസ്വദിക്കുന്നു ദാസേട്ടൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ണും പൂട്ടി ഇങ്ങനെ ആസ്വദിക്കുന്നു. ബാബു എന്ന് പറഞ്ഞാൽ നല്ല മ്യൂസീഷ്യനും പാട്ടുകാരനും കൂടിയാണ് റെക്കോർഡിസ്റ്റ്. അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ എഴുന്നേരപ്പോ പറഞ്ഞു ഈ കസേര ഇരിക്കാൻ പറഞ്ഞതെന്നാന്ന് അറിയാമെന്ന് വെച്ചു. അത് ലാസ്റ്റ് പാട്ടാണ് ഇവിടെ. എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇവിടെയാണ് ഇന്നലെ സലിതായിരുന്നു വെച്ചത്. ഓ സാധാരണ അങ്ങനത്തെ കസേരക്കറി ഇരിക്കാനെങ്കിലും പറ്റിയല്ല. ആ തുമ്പോളി കടപ്പുറം ആദ്യം പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും മറ്റുള്ള സാങ്കേതിക വിദഗ്ധരെല്ലാവരും പറഞ്ഞത് ബേണി യൂണിറ്റ്സ് മതി എന്നാണ്. അത് ഞാൻ അറിഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ മഹാരാജ സൂപ്പർ മാർക്കറ്റിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹമാണ് സലിൽദാനെ കൊണ്ടുവരണമെന്ന്. സലിൽദാൻ ഇനി എത്ര നാള് ഉണ്ടാവും പറയാൻ പറ്റില്ല. അത് കറക്റ്റാണ്. നല്ലൊരു ക്ലോഷർ വന്ന് മലയാളത്തിൽ അതോട് നല്ലൊരു ക്ലോഷർ വന്നു. നല്ല പാട്ടും കിട്ടി. നോക്കി എപ്പോ വേണമെങ്കിലും പാടാവുന്ന. ഈ ലോങ് കരിയർ സ്റ്റിൽ ഇത് പഠിപ്പിക്കുന്നു, മ്യൂസിക്കിന്റെ തന്നെ പാർട്ടായി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റിൽ ഉറപ്പായിട്ട് സംഗീതം ഒരു അച്ചീവ്മെന്റ് ആണ്. ഒപ്പം തന്നെ ഫാമിലി, മക്കള്. എന്താ ശരിക്ക് ലൈഫിൽ ബേണി എന്ന മ്യൂസിക് ഡയറക്ടർ ലൈഫിൽ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്? സന്തോഷം. ലൈഫിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഫാമിലിയിൽ തന്നെ മ്യൂസിക് മുഴുവനുണ്ട്. അതായത് ഞാനിങ്ങനെ നടക്കുന്നൊന്നും അറിയാമല്ലോ. എൻ്റെ മൂത്ത മകൻ ചോയ്സ് സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്, മാത്രമല്ല മ്യൂസിക് ഡയറക്ടറാണ്. ഞാനും താൻസൻ മൂത്ത മോനും കൂടിയാണ് പാട്ടുകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ കൂടെ മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെ കൂടെ കൂടുന്ന ആളാണ് രണ്ടാമത്തെ സൺ കീർത്തൻ. ബോംബെയിലെ ഒരു സ്റ്റുഡിയോയിലെ നല്ലൊരു സ്റ്റുഡിയോയിലെ എഞ്ചിനീയറാണ് അയാൾ. ഈ മഞ്ഞുമൽ ബോയ്സിലും അതുപോലെ വേറെ ബാലൻ പലതിലൊക്കെ വർക്ക് ചെയ്തതിനൊക്കെ ഒരുപാട് മഞ്ഞുമൽ ബോയ്സിനൊക്കെ 2-3 അവാർഡുകളൊക്കെ കിട്ടി. ഇന്റർനാഷണൽ അവാർഡ് അടക്കം. പിന്നെ അയാളും പാട്ടുപാടും. എല്ലാവരും കീബോർഡ് പ്രോഗ്രാമേഴ്സും ഒക്കെ തന്നെയാണ്. ഇളയാള് പാട്ടുപാടും പെൺകുച്ചാണ് സെറീൻ. അയാള് വയലിനും പഠിപ്പിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ബാൻഡിന്റെ പേര് തന്നെ ബേണീസ് ഗ്ലോബൽ ഗ്രൂവ്സ് എന്നാണ്. ഓക്കെ. അപ്പം അതിൽ ഈ അടുത്ത് ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു പാട്ട് ഞാനും താൻസൻ മൂത്ത മോനും കൂടി പാടിയായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്തൊക്കെ പാടി. അത് അങ്ങനെ പാടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. ആർ ഡി ബർമൻ. അതിന്റെ കഥകൾ കുറെ ഉണ്ട്. വളരെ പഴയ പാട്ടാണ്. ആർ ഡി ബർമൻ അതൊന്ന് പുതുക്കി എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. മന്നാഡേ സാബും കിഷോർ ദായും കൂടിയുള്ള ഒരു കോമ്പറ്റീഷൻ സോങ് ആണ്. അത് ഞാനും മോനും കൂടിയാണ് ഒരു കോമ്പറ്റീഷനായിട്ട് പാടിയത്. അത് പാടാൻ മതി. ഭാര്യയാണെങ്കിൽ ഭാര്യ ഹൗസ് വൈഫാണ്. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ചെറുപ്പം പോലെ കൊണ്ടു നടന്ന ആളാണ്. അപ്പം അതിന് വളരെയധികം സപ്പോർട്ടീവാണ്. ഞാനെപ്പോഴും ഓട്ടത്തിലാണല്ലോ. तेरे लल्लू तेरे लल्लू तेरे लल्लू तेरे नो तेरे एक चतुर नार करके सिंगार, एक चतुर नार करके सिंगार, मारे मन के द्वार ये घुसत जात, हम मरत जात अरे ए चतुर नार करके सिंगार, परिसा गा गा गरि रिसा दरि सा दा दा पा पद सरि गा गरि सा दा पा पा मगरि. ഇവിടെ നിന്നാണ് കോമഡിയും സംഭവങ്ങളൊക്കെ വരണത്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു മറ്റേ പടകാളി പോലെ. അതേപോലെ പഴയ ഒരു വേർഷൻ. ഇത് പടോസാൻ എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ടാമത് 1968 വന്നു. അതിനു മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാടിയ പിന്നെ ജൂല എന്ന പടത്തില് അശോക് കുമാർ കിഷോർ കുമാറിന്റെ
അപ്പൊ മന്നാടെ സാബ് ഇന്റർവ്യൂവിൽ പറഞ്ഞ ഞാൻ കേട്ടാണ് ഇതിന്റെ മെയിൻ ബ്രെയിൻ കിഷോർദാ തന്നെയാണ്. കിഷോർദായുടെ ഐഡിയയിൽ തന്നെയാണ് ഇത് പോയേക്കണെന്ന്. കിഷോർദാ ഒരു ഭയങ്കര മൾട്ടി ജീനിയസ് കലാകാരനായിരുന്നല്ലേ, വെറും പാട്ടുകാരൻ മാത്രമല്ല, ഡയറക്ടറും പ്രൊഡ്യൂസർ ആയിരുന്നു, പിന്നെ പടത്തിന്റെ ബന്ധപ്പെട്ട എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇത്രയും സംസാരിക്കാൻ പറ്റിയതില്, പാട്ട് കേൾക്കാൻ പറ്റിയതിൽ ഉറപ്പായിട്ടും പട്ടാഭിഷേകവും മാനത്തെ കൊട്ടാരവും ആകാശഗംഗയും ഒക്കെ ചോദിക്കാനുണ്ടായിരുന്നു. മറ്റൊരു അവസരത്തിൽ ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മൾ ഓണേർഡ് ആണ് സംസാരിക്കാൻ പറ്റിയതിലും ഇത്രയും പാട്ടുകൾ കേൾക്കാൻ പറ്റിയതിലും. താങ്ക് യു. അപ്പോൾ ക്യൂ സ്റ്റുഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇത്രയധികം എൻ്റെ ജനനകാലം മുതൽ ഇത്ര വരെയുള്ള കാര്യങ്ങൾ എന്നെ ഓർത്തെടുപ്പിച്ച് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയത് റാൽഫിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്. എനിക്കിതെല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കില്ല, പക്ഷേ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഓർഡറായിട്ട് എന്നെ ചോദിച്ചു, എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ പറഞ്ഞു, കുറച്ചൊക്കെ പാടി. അതെല്ലാം നിങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് സന്തോഷം. നന്ദി.